മുന്തക്കിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ ഹദ്റത്ത് ചെന്ന് ഇസ്തിഗാസ നടത്തി എന്നത് ഹാഫിദ് ദഹബി റളിയല്ലാഹു അൻഹു അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ നീട്ടി പറയേണ്ട ആവശ്യമില്ല. ഇതിനെ കുറിച്ച് എന്ത് പറയാണ്ട് നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു, അതിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. ഞാനല്ല, ദഹബി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഉദ്ധരിച്ച ദഹബി തന്നെ തൊട്ടടുത്ത വരിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഹാഫിദ് ദഹബി എന്താണോ ആ സംഭവത്തെ കുറിച്ച് അടുത്ത വരിയിൽ പറഞ്ഞത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വേറെ ഒന്നുമില്ല. അതൊക്കെ വായിച്ച ഞങ്ങള് അടുത്ത വരി കണ്ടിട്ടുണ്ടാവുമല്ലോ. ഹാഫിദ് ദഹബിയുടെ സീറു അഅ്ലാമിൻ നുബല എന്ന കിതാബിൽ നിന്ന്, നിങ്ങൾ കിതാബിന്റെ പേര് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം. സീറു അഅ്ലാമിൻ നുബല എന്ന കിതാബിൽ നിന്നാണ് നിങ്ങൾ ഉദ്ധരിക്കുന്ന ഭാഗമുള്ളത്. ആ ഭാഗമെല്ലാം കണ്ട നിങ്ങൾ തീർച്ചയായും അടുത്ത വരി കാണാതിരിക്കൂലല്ലോ. ആ വരിയിൽ ഹാഫിദ് ദഹബി പറഞ്ഞിട്ടുണ്ട് അതിന്റെ വസ്തുത എന്ത്. അത് മാത്രമേ എനിക്കും പറയാനുള്ളൂ. അതോട് കഴിഞ്ഞില്ലേ. പക്ഷെ ആ ചോദ്യം ഉന്നയിച്ചപ്പോൾ നിങ്ങൾ രണ്ട് കളവ് പറഞ്ഞിട്ടുണ്ട്. അത് ഇല്ല നിങ്ങൾ പറയുകയാണെങ്കിൽ വീഡിയോ പരിശോധിക്കാൻ കുഴപ്പമില്ല. ഒന്ന്, ഹാഫിദ് ദഹബി ഉദ്ധരിച്ച ഹദീസ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ആദ്യത്തെ 2-3 പ്രാവശ്യം അതാണ് ചോദിച്ചത്. ഞാൻ പിന്നെ ഹദീസ് കൂടിയപ്പോഴാ നിങ്ങൾ ആയിരുന്നു പറഞ്ഞത്. അങ്ങനെ പറയാൻ പറ്റൂല. ഈ കേട്ട എല്ലാ മനുഷ്യന്മാരും സാക്ഷിയാണ്. നിങ്ങൾ ഒപ്പം ഷാഫിനോട് ചോദിച്ചു നോക്കി, ഓനും കേട്ടിട്ടുണ്ട് ഹദീസ് നിങ്ങൾ ഉപയോഗിച്ചത്. അത് ശരിയല്ല ഞാൻ പറഞ്ഞത്. അത് ഹദീസ് അല്ല. 2, നബിയോട് തേടൽ അല്ലെങ്കിൽ ഇസ്തിഗാസ ചെയ്യൽ അനുവദനീയമാണ് എന്ന് ഹാഫിദ് ദഹബി പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു. അത് ദഹബി പറഞ്ഞിട്ടില്ല. അത് ദഹബിയുടെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞതാണ്. ഒന്നുകിൽ ബോധപൂർവം അല്ലെങ്കിൽ വാചകത്തിൽ വന്നുപോയതാണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ പറഞ്ഞാൽ മതി. വന്നുപോയതാണ്, വിടാം. ബോധപൂർവമാണോ ഒരു ഇമാമിന്റെ പേരിൽ നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. നീ സംഭവത്തെ പറ്റി എന്ത് പറയുന്നു? എനിക്കായിട്ട് ഒന്നും പറയാനില്ല. നിങ്ങൾ സംഭവം എവിടുന്നാണോ എടുത്തത് ആ ഹാഫിദ് ദഹബിയുടെ അതേ കിതാബിൽ തൊട്ടടുത്ത വാചകം ആ സംഭവത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അത് തന്നെ എനിക്കത് പറയാനുണ്ട്. ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു ചെയ്തത് അത് ശിർക്കാണോ അത് തൗഹീദാണോ? അത് ഈ സദസ്സിന് മുമ്പിൽ. കാരണം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഖുർആൻ കഴിഞ്ഞ രണ്ടാമത്തെ ഗ്രന്ഥമാണ് ഇമാം ബുഖാരി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാകുന്ന ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ ചെന്ന് റസൂലുള്ളാഹി തങ്ങളോട് സഹായം ചോദിച്ചത് അത് ശിർക്കാണോ തൗഹീദാണോ? അതാണ് പറഞ്ഞത്. തൗഹീദാണെങ്കിൽ തൗഹീദ്, ശിർക്കാണെങ്കിൽ ശിർക്ക്. അതാണ് പറയാം. വേറൊന്നും വേറൊന്നും കേൾക്കണ്ടെങ്കിൽ വേറൊന്നും ഇങ്ങോട്ട് പറയാൻ പാടില്ല. രണ്ട് കളവ് ഇങ്ങോട്ട് പറഞ്ഞിട്ട് അത് എവിടേക്കും എനിക്ക് വേറൊന്നും കേൾക്കണ്ടെന്നാല് അത് ന്യായമല്ലല്ലോ. നിങ്ങൾ കളവ് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ചോദിക്കേണ്ടി വന്നത്. ഇനി അത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ ഒഴിവാക്കി തരാൻ, കുഴപ്പമില്ല. ഇത്രയും സമയം ഞാൻ ആവർത്തിച്ച് ഇത് കളവാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദരിക്കുന്ന ഈ മനുഷ്യന്മാരൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ സ്വകാര്യമായി പോയി തൗബ ചെയ്താലും മതി, ഞാൻ വിടാം. ഇബ്നു മുൻകദിർ ചെയ്ത് ശിർക്കാണോന്നാ? ഞാൻ ആദ്യം ഇബ്നു മുൻകദിർ ചെയ്തു സ്ഥിരപ്പെടണ്ടേ? ഇബ്നു മുൻകദിർ ചെയ്തു സ്ഥിരപ്പെടണ്ടേ? കാന്തപുരം കൊടുത്ത മുടി ശരിയാണോ ചോദിച്ചാൽ ഒറ്റടിക്ക് പറയും ശരിയല്ല. എന്തുകൊണ്ട്? ഒരു മുടി കൊടുത്തിട്ടുണ്ട്. എന്നാ വാർത്ത ചോദിക്കാം, കാന്തപുരം കൊടുന്ന റസൂലുള്ളാഹിന്റെ മയ്യിത്ത് അത് ന്യായമാണോ ചോദിച്ചാലോ കൊടുത്തിട്ടില്ലല്ലോ, കൊണ്ടുവരാൻ പോണല്ലുള്ളൂ. ഖബറിന്റെ മേള പുതപ്പേ വില പറഞ്ഞിട്ടുള്ളൂ. മണ്ണ് കൊടുന്നു, മുടി കൊടുന്നു, പുതപ്പ് കൊണ്ടുവരാൻ പോകുന്നു. കൊണ്ടുവരുമ്പോ നോക്കാം എന്ന പോലെ ഇബ്നു മുൻകദിർ റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്ന് നബിയോട് ഇസ്തിഗാസ ചെയ്തു എന്ന സംഭവം സ്ഥിരപ്പെട്ടതല്ല. അത് സ്വഹീഹല്ല, അത് സ്ഥിരപ്പെട്ട സംഭവമല്ല. അതുകൊണ്ട് പിന്നെ അത് ശിർക്കാണോ ആവശ്യമില്ല. ഒരാൾ ചെയ്തു സ്ഥിരപ്പെട്ടെങ്കിൽ അല്ലേ ചെയ്തതിന്റെ വിധി എന്ത് എന്ന് ചോദിക്കേണ്ടതുള്ളൂ. നീ സ്ഥിരപ്പെട്ടതല്ല എന്ന് ആര് പറഞ്ഞു? അതിനാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏത് കിതാബ് എന്നാണോ എടുത്തത് അതേ കിതാബിൽ നിങ്ങൾ ഏതുവരെയാണോ വായിച്ചത് തൊട്ടടുത്ത വരി, ഒരു അര വരിയതുള്ളൂ, ഒരു വരി ഫുള്ളുമില്ല. ആ അര വരി കൂടി നിങ്ങൾ വായിക്കാൻ സന്മനസ് കാണിച്ചാൽ നിങ്ങളും പറയും അത് സ്ഥിരപ്പെട്ടതല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ അത് പൊക്കി പറയണത്? അതുകൊണ്ട് ഞാൻ നേരത്തെ ചോദിച്ചത് ഫത്വൽ മൊഴികൾ അംഗീകരിക്കോ? അത് നിങ്ങൾക്ക് എടുങ്ങാറുണ്ടാവും, എനിക്കറിയാം. കാരണം ഫത്വൽ മൊഴിയുടെ 105-ാമത്തെ പേജ് പറഞ്ഞ എന്താ? ഖബറിന്റെ മീതെ കെട്ടിയുണ്ടാക്കൽ വെറുക്കപ്പെട്ട കാര്യമാണ്, കറാഹത്താണ്. എന്തുകൊണ്ട് കറാഹത്ത്? മുതൽ കേൾക്കിട്ടത് വേറെ വിഷയമാണെങ്കിലും നിങ്ങൾ കേൾക്കുന്ന ആവശ്യം. നിങ്ങൾ ഓതി പഠിച്ച കിതാബാണ് ഫത്വൽ മൊഴിന്. സീറു അഅ്ലാമിൻ നുബല നിങ്ങൾ ഓതി പഠിച്ച കിതാബല്ല, ഞാനും ഓതി പഠിച്ച കിതാബല്ല. നിങ്ങൾ എവിടുന്നോ കേട്ട് പറഞ്ഞതാണ്, ഞാൻ കിതാബ് കണ്ടു പറഞ്ഞാണ്. ആ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ഫത്വൽ മൊഴിന് ഞാനും നിങ്ങളും ഓതി പഠിച്ച കിതാബ്. സുന്നി ദർസിന് ഞാനും ഓതിയിട്ടുണ്ട്, നിങ്ങളും ഓതിയിട്ടുണ്ട്.
ആ ഫത്വൽ മുഈനിന്റെ 105-ാമത്തെ പേജിൽ പറയാണ് ഖബറിന് മീതെ കെട്ടിയുണ്ടാക്കൽ കറാഹത്താണ്. എന്തുകൊണ്ട് കറാഹത്ത്? ലിസിഹത്തിൻ നഹി അൻ ദാലിക, അത് വ്യക്തമായ വിരോധം വന്നിട്ടുണ്ട്. വിരോധം വന്ന ഹദീസിൽ വിരോധം വന്നിട്ടുണ്ട് എന്നാണ് ഉദ്ദേശം. എന്നിട്ട് പറയാണ് വ മഹല്ലുൽ കറാഹ, കറാഹത്ത് എന്ന് പറഞ്ഞത് എവിടെയാ? ഇദാ കാന ഫീ മിൽക്കിൽ ബാനി, നിർമ്മിച്ചവന്റെ ഉടമാവകാശമുള്ള പറമ്പിലാണ് ജാറമെങ്കിലാണ് കറാഹത്ത്. മുസബ്ബലായ ഭൂമിയിലാണെങ്കിൽ, മുസബ്ബല എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ ഇവിടെ നാട്ടുകാർ സാധാരണ മറവ് ചെയ്യുന്ന സ്ഥലമാണ് മുസബ്ബൽ. അത് വഖഫ് ചെയ്യപ്പെട്ട ഭൂമി ആണെങ്കിലും അല്ലെങ്കിലും ശരി, അതിന്റെ അസ്ല് അറിയപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, അങ്ങനത്തെ ഭൂമിയിലാണെങ്കിൽ അത് ഹറാമുമാണ്. ഹറാമാണെന്ന് മാത്രമല്ല ഷാഫി കേക്കട്ടെ, ഷാഫി അദ്ദേഹം കേക്കട്ടെ, അഥവാ ഏത് നന്മ പിടിച്ചാലോ നിർബന്ധമായും ആ കെട്ടിപ്പൊക്കിയ ജാറം പൊളിച്ച് മാറ്റുകയും വേണം. ഫത്വൽ മുഈനുള്ള വാക്കാത്. ഫത്വൽ മുഈനിന്റെ 105-ാമത്തെ പേജിൽ, ചില പതിപ്പിൽ പേജ് വ്യത്യാസം ഉണ്ടാവും, ഞാൻ കൂടണ്ട. കിതാബുൽ ജനായിസിൽ മറമാടുന്ന വിഷയം പറയുന്നിടത്ത് പൊതു ഖബർസ്ഥാനിൽ കെട്ടിപ്പൊക്കിയാൽ നിർബന്ധമായും പൊളിച്ചു മാറ്റണം എന്ന് ഫത്വൽ മുഈൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഫത്വൽ മുഈൻ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്. അതവിടെ നിൽക്കട്ടേനാ, അത് നിൽക്കാൻ പറ്റൂതല്ലോ. നാട്ടിലെ ചെലവിൽ നമ്മളെണ്ടാൾ ഓതിപ്പിച്ച സാധനല്ലേ, അതിലുള്ള സത്യം ഞങ്ങളോട് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പൊ ഏതായാലും ഹാഫിദ് ദഹബി ഉദ്ധരിച്ച സംഭവം അത് സ്ഥിരപ്പെട്ട സംഭവമല്ല, അത് സ്വഹീഹായ സംഭവമല്ല. അത് എവിടുന്ന് കിട്ടി? ഏത് കിതാബിൽ നിന്നാണോ നിങ്ങൾക്ക് ആ സംഭവം കിട്ടിയത്, അതേ കിതാബിൽ തന്നെ ഇമാം ദഹബി തന്നെ അത് അവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ട് പിന്നെ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യം നമുക്കില്ല. ദഹബി അംഗീകരിക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. ഇബ്നു മുൻകദിർ അംഗീകരിക്കാൻ പറ്റുമോ? എന്തായാലും പറ്റും. ഇമാം ബുഖാരിന്റെ ഉസ്താദാണ്, അതിലൊന്നും നമുക്ക് തർക്കമില്ല. അത് അദ്ദേഹം ചെയ്ത് ശിർക്കാണോ ചോദിക്കണമെങ്കിൽ ആദ്യം ചെയ്തു തെളിയണം. ചെയ്യാത്തൊരു കാര്യം എവിടുന്നോ കേട്ടപ്പോഴേക്ക് അത് ശിർക്കാണോ ചോദിച്ചാൽ അത് ന്യായമല്ല, ഇമാമിങ്ങളെ പേരിൽ പറയാവതല്ല. ആ രണ്ട് കളവ് ബാക്കി നിൽക്കുന്നു. ഇനി അതിന് കൂടുന്നില്ല. നിങ്ങൾക്ക് സ്വമനസ്സാലെ അതിനെ പറ്റി വല്ലതും പറയുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിൽ ഞാൻ ശവത്തിൽ കുത്തുന്നില്ല. ശരി, ബാക്കി വന്നു. ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ തിരിയുണ്ട്. ഫത്വൽ മുഈൻ ഇങ്ങനെ വിശദീകരിച്ച മറ ചെയ്യേണ്ടതും ഖബർ കെട്ടിപ്പൊക്കണം, അതിക്കൊക്കെ നമുക്ക് വരാം. ഹാഫിദ് ദഹബി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഇബ്നു മുന്തക്കിർ റളിയല്ലാഹു അൻഹു ചെയ്ത ഈ കാര്യം റസൂലുള്ളാഹി തങ്ങളോട് ഇസ്തിഗാസ നടത്തിയ കാര്യം, അത് ശിർക്കാണ്, ശിർക്ക് എന്ന് ജനങ്ങളോട് നിങ്ങൾ പറയാം, അല്ലെ തൗഹീദാണ് തൗഹീദ് എന്ന് പറയാം. കുഴപ്പമില്ലല്ലോ, ശിർക്കാണ് ശിർക്ക് എന്ന് പറയും, തൗഹീദാണ് തൗഹീദ് എന്ന് പറയും. അതാണ് പറഞ്ഞാൽ മതി ജനങ്ങൾക്കൊക്കെ തിരിയുണ്ട് സംഗതി. പിന്നെ ഫത്വൽ പിന്നെ തോന്നുന്നത് എന്താണ്, ആ മമ്പുറം തങ്ങളോട് അതേപോലെ മൊയ്തീൻ ഷൈനോട് സഹായം ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് തന്നെ വൈബ് വരുന്നുണ്ടോണോ എവിടുന്നൊക്കെ? ഞാനിപ്പോൾ വന്നിട്ടുള്ളൂ, അല്ലെ അവിടുന്ന് വന്നിട്ടുള്ളൂ, ഈ കിതാബ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഓതിയിട്ടില്ല, നിങ്ങൾക്ക് എങ്ങനെ അറിയണു? ഞാൻ നോക്കിയില്ല, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ വൈബ് അറിയല് തുടങ്ങിണു. മൊയ്തീൻ ഷൈഖിന് ഓലിക്കൊക്കെ വൈബ് അറിയുന്ന വിശ്വസിച്ചാലോ അത് ശിർക്കാകുന്നു. അതുകൊണ്ട് ഇത് ഇബ്നു മുന്തക്കിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളോട് ഇസ്തിഗാസ നടത്തിയ ശിർക്കാണോ അത് തൗഹീദാണോ? ഇത് ഈ രണ്ടാലൊന്ന് യെസ് ആവും നോ. ഇതിന് മറുപടി പറഞ്ഞു. ഇത് വൈബല്ലത് ഷഹാദയാണ്. ഇത് ഷഹാദയാ. ഒറ്റ മുസ്ലിയാരും സീറോ അലാമിന്റെ പല ഓതലില്ല. അത് ആർക്കറിയാം? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. സീറോ അലാമിൻ നുബല എന്ന കിതാബ് ഓതി പഠിക്കുന്ന കിതാബേ അല്ല, അങ്ങനെ ഓതി പഠിക്കേണ്ട കിതാബും അല്ല. അത് റിജാദിന്റെ പിന്നെ വിശദീകരണം കൊടുക്കുന്ന കിതാബാണ്. ഇനി നിങ്ങളേതായാലും അത് ഓതിയിട്ട് എനിക്ക് ഉറപ്പാ അത് വൈബൊന്നല്ല, അത് വളരെ തെളിഞ്ഞ കാര്യമാണ്. പക്ഷെ നിങ്ങൾ ആ കിതാബ് കണ്ടിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ കിതാബ് ഓതിയിട്ടില്ല, ഞാനും ആ കിതാബ് ഓതിയിട്ടില്ല. നിങ്ങൾ ഈ സംഭവം പറയുന്നത് ഇപ്പൊ എനിക്ക് ഉറപ്പായി ആ ദഹബിന്റെ കിതാബ് എന്നല്ല. ആണെങ്കിൽ നിങ്ങൾ ബോധപൂർവം കളവ് പറഞ്ഞു. കാരണം എന്താ, ആ ദഹബി തൊട്ടടുത്ത വരി പറയാ ഇതിന് സനത്തിൽ പോരായ്മണ്ട്. എന്നിട്ട് അത് മൂടി വെച്ചിട്ട് ആ കിതാബ് ഓതി പഠിച്ച് അത് കണ്ട് അത് കാണാപ്പാടം പഠിച്ച് വന്ന നിങ്ങള് തൊട്ടടുത്ത വരി മൂടി വെച്ചെങ്കിൽ അതല്ലേ വഞ്ചന? അതല്ല. അലവി സഖാഫിന്റെ ബുക്കിന് മുമ്പ് എടുത്തു കൊടുത്തിട്ടുണ്ട്, അവിടെ ആ വരി കൊടുത്തിട്ടില്ല. അലവി സഖാഫിയുടെ തവസ്സുൽ ഇസ്തിഗാസ ചരിത്രത്തോട് നിൽക്കുന്നേർ എന്ന പുസ്തകത്തിൽ ഈ സംഭവം ഉണ്ട്. അതില് ഹാഫിദ് ദഹബി ശേഷം പറഞ്ഞ അരവരി അലവി സഖാഫി കൊടുത്തിട്ടില്ല. അപ്പൊ ഈ നിങ്ങൾ വായിച്ചു പോകുന്നതാവാനേ സാധ്യതയുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ നിങ്ങൾ കിതാബ് കണ്ടിട്ടുണ്ടെന്നത് ഞങ്ങൾ ചെയ്ത് മഹാധിക്കാരമാണ്. ആ കിതാബിൽ കണ്ടിട്ടും നിങ്ങൾ മൂടിച്ചു പറഞ്ഞാൽ ഇനിയിപ്പോ അത് ശിർക്കാണോ ശിർക്കല്ലേ? അത് സംഭവം ഉണ്ടാകണ്ടേ? കുട്ടിക്ക് പേരിടണമെങ്കിൽ കുട്ടി ജനിക്കണ്ടേ?
ജനിച്ച കുട്ടികളെ പേര് കണ്ടുള്ളൂ, ഗർഭം ഉണ്ടാകുമ്പോഴേക്ക് പേര് കണ്ടേക്കേണ്ട ആവശ്യമുണ്ടോ? ചിലപ്പോൾ അലസി പോയിക്കൂടായി, ചിലപ്പോ അലസി പോകും, പേര് വൃദ്ധാവും. അപ്പൊ ശിർക്കാണോ തൗഹീദാണോ? റസൂലുള്ളാഹിനെ ഖബറിൽ പോയി തേടലാണോ? ശിർക്ക് തന്നെ. ഇബ്നു മുൻകദിർ ചെയ്തതോ? ചെയ്തു സ്ഥിരപ്പെടുത്തുന്നിട്ടല്ലേ? ചെയ്തു സ്ഥിരപ്പെടുത്തു, ചെയ്തു എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ കൊണ്ടുവന്നത് സിയറു അഅ്ലാമിൻ നുബല എന്ന കിതാബ്. ആ കിതാബിൽ തൊട്ടടുത്ത വരിയിൽ പറയുന്നു ഇതിന് സനദിന് പോരായ്മയുണ്ട്. പിന്നെന്താ പ്രശ്നം? എന്നാലും ശിർക്കാണോ? ഇല്ലാത്ത സംഭവം ശിർക്ക് വന്ന ആവശ്യമുണ്ടോ? സംഭവം ഉണ്ടെങ്കിലേ, സ്ഥിരപ്പെട്ട സംഭവമാണെങ്കിൽ പറയേണ്ടതുള്ളൂ. ഇബ്നു മുൻകദിർ അത് ചെയ്യുന്ന ആളെ അല്ല, ഇബ്നു മുൻകദിർ ചെയ്തിട്ടുമില്ല, ചെയ്തുവെന്ന് സ്വഹീഹായിട്ടുമില്ല. എവിടെ നിന്നാണോ ഉദ്ധരിച്ചത് അവിടെ തന്നെ അതിനെ പോരായ്മ ഇമാം ദഹബി വ്യക്തമാക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അപ്പൊ ഫത്ഹുൽ മുഈൻ പ്രശ്നം തന്നെയാണ്. എന്തെങ്കിലും ഫത്ഹുൽ മുഈൻ ബേജാറ്, ഫത്ഹുൽ മുഈൻ ജാറും പൊളിക്കണം എന്നുണ്ട് എന്നപ്പോ നാട്ടിൽ കേട്ടപ്പോൾ ബേജാറ് ഉണ്ടാവും. റബ്ബേ ഇവര് ചെലവിൽ ഓതി പഠിച്ച കിതാബിൽ ഇങ്ങനെ ഉണ്ട് എന്ന് ഞാൻ ഈ കാലം പറഞ്ഞിട്ടില്ല. അത് ഈ നാട്ടിൽ കേട്ടാല് നാളെ ചെലവുടി ചെല്ലുമ്പോ ചോദിക്കുമല്ലോ, ഉസ്താദ് അല്ല ഫത്ഹുൽ മുഈൻ അങ്ങനെ ഉണ്ടോ? സംഗതി നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു, എന്നാലും എന്താ അതിന്റെ സംഗതി എന്ന് നാളെ ചെലവിന് പോകുമ്പോ പെൽക്കാലം ചോദിക്കും. ആ ബേജാർ നിങ്ങൾക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ പറയും ഫത്ഹുൽ മുഈൻ അങ്ങനെ ഇല്ലെങ്കിൽ പറഞ്ഞോളി. ഫത്ഹുൽ മുഈനിൽ പൊതു ഖബർസ്ഥാനിൽ കെട്ടിപ്പൊക്കിയ ഖബർ പൊളിച്ചു നീക്കൽ നിർബന്ധമാണ് എന്ന് ഫത്ഹുൽ മുഈനിൽ ഇല്ലാന്ന് പറയും. ഞാൻ തിരുത്തിക്കോളാം. ഫത്ഹുൽ മുഈനിൽ അങ്ങനെ ഇല്ല, ഈ ബാക്കി ഭാഗത്ത് ഇങ്ങനെ ഉണ്ട് ഞങ്ങൾ പറഞ്ഞോളി. ഞാൻ തിരുത്തും, എനിക്ക് ഞാൻ പറഞ്ഞ തെറ്റാണ്. ഞാൻ അപ്പോഴും പറഞ്ഞു തെറ്റുണ്ടെങ്കിൽ സ്വയം തിരുത്തണം. കാരണം എന്താ, അദ്ദേഹം ഒരു തലമുതിർന്ന ആളാണ്, ദർസ് നടത്തിയ ആളാണ്, മുദരിസാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. നിങ്ങൾക്കും തിരുത്താൻ ഒരു കുഴപ്പമില്ല. ഫത്ഹുൽ മുഈനിൽ ആ പറഞ്ഞ അങ്ങനെ അല്ലെങ്കിൽ, ഇടയ്ക്ക് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതിന് അപ്പുറത്ത് ബാക്കി എതിരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ തിരുത്തും. എനിക്ക് ഒരു വാശി അക്കാര്യത്തിലില്ല. ഞാൻ അവിടുന്ന് പണ്ട് ഓതി പഠിച്ച ഓർമ്മക്ക ഇവിടുന്ന് പറഞ്ഞത്. ഫത്ഹുൽ മുഈൻ മാത്രമല്ല, ഒന്നും കൂടി തരാം. ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ഷാഫി ഫത്ഹുൽ മുഈൻ എഴുതിയ സയ്യിദി മഖ്ദൂമിന്റെ ഉസ്താദ് ഇബ്നു ഹജർ ഹൈതമി. ഇത് സയ്യിദി മഖ്ദൂമിന്റേത്, മറ്റു ഉസ്താദിന്റേത്. ഉസ്താദിന്റെ ഫത്വ അൽ ഫതാവൽ കുബ്ര. അതിൽ അദ്ദേഹം പറഞ്ഞത് എന്താ? വലഖദ് അഫ്താ ജമാഅത്തു മിൻ ഉലമാഇ ശാഫിഇയ്യ ബിഹദ്മി ഖുബ്ബത്തിൽ ഇമാം ശാഫിഈ. ഇമാം ഷാഫിഈയുടെ ഖബറിന് മീതെ ഉണ്ടാക്കപ്പെട്ട ഖുബ്ബ പൊളിച്ചു നീക്കണമെന്ന് വലഖദ് അഫ്താ ജമാഅത്തു മിൻ ഉലമാഇ ശാഫിഇയ്യ. ഷാഫിഈ പണ്ഡിതന്മാരിൽ പ്രമുഖരായ ഒരു സംഘം പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. വഇൻ സുരിഫ അലൈഹാ ഉലൂഫും മിനദ് ദനാനീർ ലികൗനിഹാ ഫിൽ മുസബ്ബല. ആയിരക്കണക്കായ ദീനാറുകൾ ചെലവഴിക്കപ്പെട്ടെങ്കിലും ആ ഖുബ്ബ പൊളിച്ചു മാറ്റണം എന്ന് ഷാഫിഈ മദ്ഹബിലെ പ്രധാനികളായ ഒരു സംഘം പണ്ഡിതന്മാർ ഫത്വ നൽകിയിരിക്കുന്നു എന്ന് സയ്യിദി മഖ്ദൂമിന്റെ ഉസ്താദ് ഇബ്നു ഹജർ ഹൈതമി തന്റെ ഫതാവൽ കുബ്രയിൽ. അങ്ങനെ പോയ എല്ലായിടത്തുണ്ട്. അപ്പൊ ഭർത്താക്ക് മാന്തിയാലും നിങ്ങൾക്ക് എടുങ്ങാറ്, അങ്ങോട്ട് പോണ്ട. അതുകൊണ്ട് ഒരു കാര്യം തീർച്ചയാണ്, ഇബ്നു മുൻകദിർ അത് ചെയ്തു എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഈ നിങ്ങൾ പറയേണ്ടത്, ഉരുളേണ്ട ആവശ്യമില്ല, നിങ്ങൾ പറയേണ്ടത് ഇബ്നു മുൻകദിറിന്റെ സംഭവം ഹാഫിദ് ദഹബി ഉദ്ധരിച്ചപ്പോൾ അതിന്റെ സനദിൽ പോരായ്മയുണ്ട് എന്ന് തൊട്ടടുത്ത വാചകത്തിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം. ആ സംഭവം സ്വഹീഹാണ് എന്ന് ദഹബി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് പറയാം. ആ സംഭവം മാതൃകയാണ് എന്ന് ദഹബി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് പറയാം. അനുവദനീയമാണ് എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞ കളവ് സത്യമായിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് പറയാം. അതല്ലേ ഇനി പറയേണ്ടത്. ഞാൻ പറഞ്ഞു ദഹബി ഉദ്ധരിച്ചിട്ടുണ്ട്, സീറു അഅ്ലാമിൻ നുബലയിൽ ഉണ്ട്. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞു ഒരു സനദ് പോരായ്മയുള്ളതാണ്. അങ്ങനെ ഇല്ലേ? പറഞ്ഞോളി. സ്വഹീഹാണ് എന്ന് ദഹബി പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞോളൂ. മാതൃകയാക്കാമെന്ന് ദഹബി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചോളൂ. പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതല്ല, ഇനി മറ്റെവിടെയെങ്കിലും സ്വഹീഹാണെന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞോളൂ. വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അതാണ് ഇനി നിങ്ങൾ പറയേണ്ടത്. മറ്റത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അല്ല, ചെങ്ങലേരിയിൽ ഞങ്ങൾ ഒരു സംവാദ മുഖാമുഖമൊക്കെ വെച്ചിരുന്നു ചെങ്ങലേരി. അപ്പൊ ഈ ഫത്ഹുൽ മുഈനും ഷാഫി സലായൊക്കെ എവിടെ ഇരുന്നാവോ? ഞങ്ങളിപ്പോ കുറെ മാസം മുമ്പ് വെച്ചിരുന്നു. ഫത്ഹുൽ മുഈന് മുജാഹിദ് ഖബർ പൊളിച്ചിട്ടുണ്ട്, പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരി തന്നെയാണ്, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെന്താന്ന് പറഞ്ഞാൽ ഇന്റെ ചോദ്യം, ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ ചെന്ന് റസൂലുള്ളാഹിനോട് ഇസ്തിഗാസ നടത്തിയത് അത് ശിർക്കാണോ? ആ അടിസ്ഥാനത്തിൽ ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു മുശ്രിക്കായി എന്നാണ് ഞങ്ങളുടെ വാദം അല്ലേ?
കാരണം ഇമാം ബുഖാരിന്റെ ഉസ്താദാണല്ലോ. നിങ്ങളൊക്കെ ബുഖാരി ഖുർആന് ബുഖാരി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാ. ബുഖാരി ഇമാമിന്റെ ഉസ്താദാണ് ഇബ്നു മുന്തക്കിർ റളിയല്ലാഹു അൻഹു. മൂപ്പര് പിന്നെ മഹാനവറുകള് റസൂലുള്ളാഹി തങ്ങളോട് ഇസ്തിഗാസ നടത്തിയിട്ട് ആ അടിസ്ഥാനത്തിൽ മൂപ്പര് ചെയ്ത കാര്യം അതിന്റെ അടിസ്ഥാനത്തിൽ മൂപ്പര് മുശ്രിക്കായോ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഞങ്ങളെ വിശ്വാസം എന്താണെന്ന് അതാണ് ഈ ജനങ്ങളോട് പറയേണ്ടത്. അല്ല ഫത്തുൽ മുഈനിൽ അതുണ്ട് അത് ഞങ്ങൾ വെച്ചപ്പോഴും അന്ന് ഫത്തുൽ മുഈൻ ഷാഫി ഒന്നും അന്ന് ചങ്ങലേര് കണ്ടിട്ടില്ല. ഞങ്ങൾ ഒരുപാട് വിളിച്ചതാ, ഒരു അഡ്രസ്സും ഉണ്ടായിരുന്നില്ല. മുസ്ലിയാരെ, ഇനിയും ഇമാം ബുഖാരി ഉസ്താദിനെ പേരിൽ കളവ് പറയരുത്. ഒരു മഹാനായ പണ്ഡിതൻ ഇമാം ബുഖാരിയുടെ ഉസ്താദ്, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങൾ ഏതെങ്കിലും പള്ളിക്ക് ഒരു ഏഴാംകുടി മൂലമാരെ പോലത്തെ ഒരു മുസ്ലിയാരാണ് ഇബ്നു മുൻകദിർ എന്ന ഈ വക ഇമാമിങ്ങൾ ഇനിയും ഈ കളവ് ആവർത്തിക്കാം. ഞാൻ വ്യക്തമായി ഈ നാട്ടിലെ മുഴുവൻ നാടന്മാർക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് പറഞ്ഞത്. ആ സംഭവം സ്ഥിരപ്പെട്ടതല്ല. നീ സ്ഥിരപ്പെട്ട സ്ഥാപിക്ക്, എന്നിട്ടല്ലേ ചോദ്യത്തിന് പ്രസക്തി ഉള്ളത്. എന്നിട്ട് പറയാം മുസ്ലിക്കായോ ഇല്ലാത്ത കെട്ടിവെച്ചിട്ട് ആളെ പേരിൽ ശിർക്ക് ചോദിച്ചിട്ട് ഒരു ശിർക്കിന്റെ ഫത്വ കിട്ടുന്ന വിചാരിച്ചത്. ഞങ്ങൾ ദീനിനെ ഗൗരവമായി കാണുന്നില്ല. നിങ്ങളെ ദീന് ഞങ്ങൾക്ക് വരുമാന മാർഗമല്ല. ഞങ്ങൾ ദീന് വിറ്റ് പൈസ ഉണ്ടാക്കുന്നില്ല. ദീനൊരു ഹുർമത്ത് വേണം, ഇമാമിങ്ങൾ ഹുർമത്ത് വേണം. ആ മഹാനായ ഇമാമിന്റെ പേര് എത്ര പ്രാവശ്യം നിങ്ങൾ ഈ കളവ് പറഞ്ഞത്? എന്നിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് അത് സ്ഥിരപ്പെട്ട സംഭവമല്ല. ഉദ്ധരിച്ച ദഹബി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് സനദിൽ പോരായ്മയുണ്ട്. എന്നിട്ടും പിന്നെയും പറയാ ആള് മുസ്ലിക്കായോ എന്ന്. എങ്ങനെയാണ് ധൈര്യം വരുന്നത്? ഇത് അല്ലാഹുവിന്റെ ദീനല്ലേ? ഒരു മഹാനായ പണ്ഡിതനെ പേര് കളവ് പറയില്ല. അതുകൊണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ഥാപിക്ക് ഇബ്നു മുൻകദിർ ചെയ്തു. ആദ്യം അതാ വേണ്ടത്. ഇബ്നു മുൻകദിർ എന്ന മഹാനായ പണ്ഡിതൻ ഇങ്ങനെ ഒരു ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ സ്ഥാപിക്ക്. എന്നിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കും. അപ്പോ വ്യക്തമായിട്ടാണ് പറയാൻ പറ്റും. അല്ലാതെ അന്ന് ഷാഫി വന്നില്ല, ഇന്ന് മറ്റോ വന്നില്ലാണ്ട് കാര്യമില്ല. ഇന്ന് എന്തേ ആ ഫത്വ മുഴുവൻ പറയാൻ പേടി? ഷാഫിയാണ് ചോദിക്കാൻ വന്നിലാണ്. ഷാഫിക്കാണ് ചോദിക്കാൻ വരാൻ പറ്റില്ല. കാരണം തങ്ങളുടെ സ്വഭാവം നല്ലോ അറിയാം. അതുകൊണ്ടാ അവിടെ ചോദിക്കാമെന്ന സ്വഭാവം നല്ലോ അറിയാം. ഒരുപാട് മുഖാമുഖം അലിബി സഖാഫി സുലൈമാൻ സഖാഫി നടത്തിയത് നമ്മൾ കണ്ടതാ. കാഞ്ഞങ്ങാട് പണ്ട് ഞങ്ങൾ നടത്തിയിട്ട് അവിടെ കാട്ടിക്കൂട്ടി ഞങ്ങൾക്ക് അറിയാം. ഇപ്പൊ മുടി വന്ന് കഴുത്ത് ചുറ്റിയപ്പോഴല്ലേ മൂലന്മാരെ എല്ലാ ഇസ്സത്തും പോയത്? അപ്പോഴല്ലേ ചോദിക്കാൻ പറ്റാതായത്? അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയതും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വക അതൊക്കെ അവിടെ നോട്ടെ. എന്നാ അങ്ങനെയാണ് ഫത്വൽ മുഈൻ നിങ്ങളല്ലേ ഓതിയ ആള്, നിങ്ങളല്ലേ അത് പഠിച്ച ആള്. ആ ഫത്വൽ മുഈൻ ഞാൻ പറഞ്ഞപ്പോ അവിടെ നിൽക്കട്ടെ പറയുന്നല്ലാതെ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ കൊണ്ടുവന്നതാ ഹാഫിദ് ദഹബി. ഞാൻ ആ കിതാബിന്റെ പേരും സംഭവം കൊണ്ട് പറഞ്ഞത് ഒരു അക്ഷരങ്ങൾ പറഞ്ഞില്ല. തിരിച്ച് ഫത്വൽ മുഈനാണ് പറഞ്ഞിട്ട് ഈ നാട്ടിലെ പൊട്ടീസാക്കാനെങ്കിലും ഓരോ അപ്പുറത്ത് കട്ടിവെച്ചൊന്നൊരു വാക്കെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞോ? എന്തേ പറയാത്തത്? അപ്പൊ സത്യാണ് കേൾക്കുമ്പോ അതിന് ബേജാറുണ്ടാവും. അതുകൊണ്ട് ആ മഹാന്റെ പേരിൽ ഇനി കളവ് പറയല്ല. അദ്ദേഹം അഹ്ലുസുന്നയുടെ മഹാപണ്ഡിതനാണ്. ഇബ്നു മുൻകദിർ എന്നുള്ളത് അഹ്ലുസുന്നയുടെ മഹാനായ പണ്ഡിതനാണ്. ധാരാളം ഹദീസ് ഉദ്ധരിച്ച മഹാനായ മുഹദ്ദിസാണ്. വലിയ ശിഷ്യന്മാരുടെ ഉസ്താദാണ്. മഹാപണ്ഡിതന്മാരുടെ ശിഷ്യനാണ്. ഇസ്ലാമിക ലോകത്ത് ഏറെ സ്ഥാനമുള്ള വലിയ പേരുള്ള സലഫുസ് സ്വാലിഹുകളുടെ അഖീദ അതേപടി സ്വീകരിച്ച മഹാനായ സലഫിയാണ്. സലഫിന്റെ അഖീദ സ്വീകരിച്ചവനാണ് ഇമാം മുൻകദിർ. ആ മുൻകദിറിന്റെ പേരിൽ ഇല്ലാത്ത സ്ഥിരപ്പെടാത്ത സംഭവങ്ങൾ വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേര് ശിർക്ക് കെട്ടിവെക്കുക അത് വല്ലാത്ത ഗൗരവമാണ് എന്ന് സൂചിപ്പിക്കുക. ആ കളവ് ഇനി നിങ്ങൾ ആവർത്തിക്കരുത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യം സംഭവം സ്ഥിരപ്പെട്ടു എന്ന് കാണിക്കുക, എന്നിട്ട് ബാക്കി പറയും. അല്ലെങ്കിൽ കഴിയില്ലെങ്കിൽ കഴിയാൻ വേണ്ടി വേറെ ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളി. ഇമാമിങ്ങളെ പേര് കളവ് പറയും. ഇത് ഏത് ചെറിയ കുട്ടികൾക്കും എൻ്റെ ചോദ്യം മനസ്സിലായിട്ടുണ്ട്. ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു ചെയ്ത കാര്യം അത് ശിർക്കാണോ കുഫറാണോ, ശിർക്കാണോ തൗഹീദാണോ എന്ന് നിങ്ങൾ ഈ സമൂഹത്തോട് പറഞ്ഞാൽ മതി. ഈ സമൂഹം അല്ലാതെ ആ മഹാനവർ ഏതായാലും റസൂലുള്ളാഹിന്റെ മൗലൂദ് ഓതല് ശിർക്കാന്ന് പറഞ്ഞങ്ങളെ കൊണ്ട് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മഹാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് മൗലൂദ് ഓദിച്ചാൻ കഴിഞ്ഞ മുഖാമുഖത്തിന്റെ വലിയ വിജയമാണ്. മൂപ്പര് ചെയ്ത് റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ ചെന്ന് ഇസ്തിഗാസ നടത്തിയത് ശിർക്കാണോ കുഫറാണോ? നിങ്ങൾ പറയും. ഞാൻ ഉദ്ധരണി അതൊക്കെ ഞാൻ വായിക്കാം. നിങ്ങൾ അത് ശിർക്കാണോ തൗഹീദാണോ നിങ്ങൾ ഇപ്പൊ സമർത്ഥിച്ചാൽ മതി. സുഹൃത്തെ, ചെയ്തു സമർത്ഥിക്കും. പിന്നല്ലേ ചെയ്യാത്തൊരു കാര്യം ചോദിച്ചിട്ട് ചെയ്യാത്തൊരു കാര്യം ശിർക്കാ തൗഹീദ് അതും ചെയ്തെങ്കിലല്ലേ? ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. ഇവന് മുൻകദിർ ചെയ്തിട്ടില്ല. ചെയ്തു ഏത് കിതാബാണ് ഉദ്ധരിച്ചത് ആ കിതാബിൽ തന്നെയുണ്ട്. അത് സ്ഥിരപ്പെട്ടതല്ല സൂചന. എന്താ അതിനെപ്പറ്റി ഉണ്ടാത്തത്? ചെയ്തെങ്കിലല്ലേ വിധി പണ്ടു. ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ ചെയ്താൽ ശിർക്കന്ന സംഭവം. ഇവന് മുൻകദിർ ചെയ്തു എന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾ പോയി ചെയ്താൽ പച്ച ശിർക്ക, സംശയമില്ല. ഞാൻ ചെയ്താലും ശിർക്കല്ലേ, നിങ്ങൾ ചെയ്താൽ ഞാൻ ചെയ്താലും ആര് ചെയ്താലും ശിർക്ക് തന്നെ. അതുകൊണ്ടാണ് ഇബ്നു മുൻകദിർ ചെയ്യാത്തത്. ഇബ്നു മുൻകദിർ ചെയ്തിട്ടില്ല, ചെയ്തു സ്ഥിരപ്പെട്ടിട്ടില്ല. ഉദ്ധരിച്ചത് എവിടെ നിന്നാണോ, ഏത് കിതാബിൽ നിന്നാണോ നിങ്ങൾ വായിക്കുന്നത് ആ കിതാബിൽ തന്നെ ഉണ്ട്. അത് സ്ഥിരപ്പെട്ടതല്ല. ഞാൻ അപ്പുറം തെളിവ് വേണ്ടത് എന്ന് പറഞ്ഞ പോലെ ഏത് കിതാബാ വായിച്ച് അവിടെ തന്നെ പറഞ്ഞു ഇതിന് സനദിൽ പോരായ്മയുണ്ട്. എന്നിട്ടും പറയാം ശിർക്കാണോ. നിങ്ങൾ എന്താ മനസ്സിലായി? ഞാൻ എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ ദീനിന് ഗൗരവമുണ്ട്.
ആ ദീനിന്റെ ഇമാമിങ്ങൾക്ക് ഹുർമത്തുണ്ട്. ആ ഇമാമിങ്ങളെ കുറിച്ച് പറയാവുന്നതേ പറയാവൂ. ഇല്ലാത്ത ഏതെങ്കിലും ചങ്ങായിമാർ എവിടെന്നെങ്കിലും പറഞ്ഞു കേട്ട് അത് ദുർവ്യാഖ്യാനിച്ച് വേറൊരുത്തം ബുക്കൊക്കെ പകർത്തി പിന്നെ മലയാളത്തിൽ എഴുതി അത് നാട് മുഴുവൻ പ്രചരിപ്പിച്ചിട്ട് അതും വിശ്വസിച്ച് ഇമാമിങ്ങളെ പേരിൽ പോയിട്ട് ഇല്ലാത്ത അപകടം പറഞ്ഞ് പെടരുതെന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് അത് കൃത്യമായി പറഞ്ഞു. ഇവിടെ കൂടെ നിങ്ങൾക്കും മനസ്സിലായി, ബാക്കി എല്ലാവർക്കും മനസ്സിലായി. പിന്നെ കണ്ണ് നീക്കാൻ വയ്യല്ലോ, കാരണം ഉറങ്ങല്ല, ഉറക്കം നടിക്കല്ലേ. ഉറങ്ങുകയാണെങ്കിൽ എപ്പോഴോ ഉണർന്നു. ഇവിടെ എല്ലാ മനുഷ്യന്മാർ ഉണർന്നിട്ടുണ്ട്, നിങ്ങൾ ഉണർന്ന് തോന്നുന്നില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഇബ്നു മുൻകദിർ ചെയ്തു എന്ന് സ്ഥാപിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല, അത് അദ്ദേഹത്തിന്റെ പേര് ഇല്ലാത്ത നിങ്ങൾ പറഞ്ഞതാണ്, സ്ഥിരപ്പെടാത്തത് പറഞ്ഞതാണ്. ആ വായിച്ച കിതാബിൽ തന്നെ അത് കൃത്യമായി ഉണ്ടെന്ന് എത്ര വ്യക്തമായി എത്ര പ്രാവശ്യം പറഞ്ഞു, എത്ര തവണ നിങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. നിങ്ങൾ കിതാബിന്റെ പേര് പോലും പറഞ്ഞില്ല, ഞാനങ്ങ് പറഞ്ഞത് എന്റെ കിതാബിലുണ്ട്. എന്നിട്ട് പോലും എന്തെങ്കിലും വാക്ക് ആ കിതാബ് എന്റെ അപ്പുറത്തങ്ങനെ ഉണ്ടെന്നോ ഇപ്പുറത്തെങ്ങനെ ഉണ്ടെന്നോ ഞാൻ പറഞ്ഞു ഇല്ലാന്നോ എന്തെങ്കിലും വാക്ക് നിങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലായി. നിങ്ങൾ ഏതായാലും കിതാബ് ഓതിയ ആളാണോ നിങ്ങളെ വെപ്പ്, ഞങ്ങൾ പറയും എന്താണ് അപ്പുറത്തുള്ളത്. അത് പറയാതെ പിന്നെ ശിർക്കാണോ വെച്ചാൽ ആ പണി ആര് ചെയ്താലും ശിർക്കന്നെ. പക്ഷെ ഇബ്നു മുൻകദിർ ചെയ്തിട്ടില്ല, ഇബ്നു മുൻകദിർ ചെയ്തിട്ടില്ല. ചെയ്തു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് തെളിവുള്ളത്? ആ തെളിവല്ല. അതാ പറഞ്ഞത്. ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഇവിടെ മക്ബറ പൊളിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ചോദ്യത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയാം. ഇവിടെ അടുത്ത് ഇളമ്പുഴശ്ശേരിയിൽ മുജാഹിദിൻ്റെ ഒരു വീട്ടിൽ മക്ബറ ഉണ്ട് ഞാൻ കേട്ടു. അവിടെ നിന്ന് പൊളിക്കുകയും രണ്ടാമത് പുതുക്കിപ്പണിയും ചെയ്തു. എന്താവട്ടെ, എൻ്റെ ചോദ്യം ഇതാണ്, മരിച്ചവർക്ക് സഹായിക്കാൻ കഴിയുമോ ഇല്ലയോ? മുജാഹിദിന്റെ വീട്ടിലോ സുന്നിന്റെ വീട്ടിലോ ആരെ വീട്ടിലുണ്ടെങ്കിലും നിർബന്ധമായും പൊളിക്കണം എന്ന് ഹദീസ് പഠിപ്പിക്കുന്നു, ഫത്ഹുൽ മുഈൻ പഠിപ്പിക്കുന്നു. കിതാബുൽ ഉമ്മ അടക്കമുള്ള ശാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളൊക്കെയും ആ ആശയം ശരിവെക്കുന്നു. അതുകൊണ്ട് ഞങ്ങളൊപ്പം നിൽക്കുന്ന ഏതേ മുജാഹിദീങ്ങളുടെ വീട്ടിലാണെങ്കിൽ വേണമെങ്കിൽ പൊളിക്കാൻ ഞാനും കൂടിത്തരാം, ഇത് പ്രശ്നമൊന്നുമില്ല. അത് നിർബന്ധമായും ചെയ്യേണ്ട ധാർമ്മികമായ ഒരു ബാധ്യതയാണ്. നിങ്ങൾക്കും ബാധ്യതയുണ്ട്, എനിക്കും ബാധ്യതയുണ്ട്. മരിച്ചവർക്ക് സഹായിക്കാൻ കഴിയുമോ വെച്ചാൽ മരിച്ചവർ ഈ ലോകവുമായി നിൽക്കുന്നതിന് ബന്ധമില്ല. ഈ ലോകത്ത് വന്നിട്ട് നമ്മളെ പരിപ്പണി തീർക്കാനും നമ്മളെ കാര്യം മുള്ളുത്തിയാലും അത് പതിക്കാനും നമ്മളെ കുട്ടികളെ കെട്ടിക്കാനും അതിനെല്ലാം മരിച്ചവർക്കുള്ള ഏർപ്പാട്. ഇവിടെ അങ്ങനെയാണല്ലോ, മുള്ളുത്തിയ ബദരീങ്ങളെ വിളിക്കുക, ഒരു ബുദ്ധിമുട്ടുന്ന പോലെ പെട്ടിയും കൂടെ പൈസ ഇടുക. അതിനൊക്കെ അങ്ങനെ നോക്കി നടന്നിട്ട് ആർക്കാ ബുദ്ധിമുട്ടുള്ളത്, ആർക്കാ കടമുള്ളത്, ആർക്കാ പ്രയാസമുള്ളത്, ആർക്കാ വീട് പണി പൂർത്തിയാകാത്തത്, ആരെ മക്കളെ കെട്ടിക്കാത്തത്, ആർക്കാ വിസ കിട്ടാത്തത്, പോലെ വിസ ശരിയാക്കി കൊടുക്കുക. ഈ ഏർപ്പാടല്ല മരിച്ചവർക്കുള്ളത്. മരിച്ചവർ അവരുടെ ലോകത്താണ്, ബർസഖിയായ ലോകത്താണ്. ആ ലോകത്ത് ഉള്ള എന്തെല്ലാം അനുഭവമുണ്ടോ അതെല്ലാം അവർക്കുണ്ടാവും. ബർസഖി ലോകത്ത് അവർക്ക് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അവർക്കുണ്ടാവും. അല്ലെ ഇവിടെ വന്നിട്ട് നമ്മളെ ഇടയിൽ ഇടപെട്ടും ബന്ധപ്പെട്ടും ഇവിടെ ഒന്നും ചെയ്യൂല. ബർസഖി ലോകത്ത് അവരുടേതായ കാഴ്ചയും കേൾവിയും അവരറിവും എന്തെല്ലാം ഉണ്ട് എന്നാണോ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തപ്പെട്ടത് അതൊക്കെ ഒരിക്കുണ്ടാവും. ശുഹദാക്കളെ പറ്റി പറഞ്ഞപ്പോൾ ഇമാം അബൂ ദാവൂദ് ഹദീസിൽ കാണാം, ശുഹദാക്കളാണല്ലോ ഏറെ മികച്ചവർ. ആ ശുഹദാക്കളെ പറ്റി ഇമാം അബൂ ദാവൂദ് ഹദീസിൽ വന്നിട്ടുണ്ട്, ശുഹദാക്കൾ നാളെ സ്വർഗ്ഗലോകത്തെത്തുമ്പോൾ റഹ്മാനായ റബ്ബ് അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഇനി എന്താണ് ആഗ്രഹമുള്ളത്? അവര് പറയും, ഇനി എന്താഗ്രഹിക്കാൻ, എല്ലാം ലഭിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ റബ്ബ് പറയും, അല്ല, നിങ്ങൾ ആഗ്രഹം പറയുക. അവര് പറയും, ഇനി എന്താഗ്രഹിക്കാൻ, എല്ലാം ലഭിച്ചുവല്ലോ. അള്ളാഹു വീണ്ടും പറയും, നിങ്ങൾ ആഗ്രഹം പറയുക. അപ്പോൾ എന്തെങ്കിലും ആഗ്രഹം പറയാതെ വിടില്ല എന്ന് മനസ്സിലാകുമ്പോൾ ശുഹദാക്കൾ പറയുന്ന ആഗ്രഹം, ഞങ്ങൾക്ക് ഒന്നുകൂടെ ദുനിയാവിലേക്ക് മടങ്ങിപ്പോകണം, ഒന്നുകൂടെ ദുനിയാവിലേക്ക് മടങ്ങിപ്പോകണം, എന്നിട്ട് ഒന്നുകൂടെ ഷഹീദായി തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. ഒരിക്കൽ കൂടെ ദുനിയാവിലേക്ക് തിരിച്ചു ചെന്ന് ഷഹീദായി മടങ്ങി വരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ മറുപടി, ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുകയില്ല, ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുകയില്ല. അപ്പൊ ശുഹദാക്കന്മാർ റബ്ബിന്റെ മുമ്പിൽ പറയുന്ന ഒരേ ഒരു ആഗ്രഹം, ദുനിയാവിലേക്ക് ഒന്നുകൂടെ പോകണം. എന്തിന്? എന്നെയും നിങ്ങളും സഹായിക്കാനല്ല, അവർക്ക് ഒന്നുകൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായിട്ട് സ്വർഗത്തിലേക്ക് തന്നെ വീണ്ടും എത്തിപ്പെടാൻ. ആ ആഗ്രഹം നടപ്പാക്കാൻ വേണ്ടി പോലും ഇങ്ങോട്ട് അവർ തിരിച്ചയക്കുന്നില്ല. അപ്പൊ ഈ ലോകവുമായി അവർ ബന്ധപ്പെടുന്നില്ല. എന്നാ ബർസഖി ലോകത്ത് അവർക്ക് അനുവദിക്കപ്പെട്ട മേഖലകൾ ഉണ്ട്. ആ അടിസ്ഥാനത്തിൽ അവരവിടെ പലതും ചെയ്യുന്നുണ്ടാവാം. അത് പ്രമാണങ്ങൾ എന്തൊക്കെ വന്നോ അതൊക്കെ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജ് യാത്ര പോയപ്പോൾ അവിടെ കാലദേശങ്ങൾ കടന്ന് അതിനപ്പുറത്തുള്ള ലോകത്തേക്ക് റസൂലുള്ളാഹിന്റെ പോക്ക്, അവിടെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അത് അല്ലാഹു തആല മുഅ്ജിസത്തായി അവിടെ കാണിച്ചതാണ്. മുഅ്ജിസത്ത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്, അഭൗതികമാണ്. അത് സാധാരണ മാർഗമല്ല, അത് അവരുടെ കഴിവും അല്ല, റഹ്മാനായ റബ്ബ് നടപ്പാക്കുന്നത് മാത്രം.
അതല്ലാതെ ഇവിടെ ഇങ്ങനെ വന്ന് നമ്മൾ ഒരു വണ്ടിയുടെ ആക്സിഡന്റ് ആക്കാൻ വേണ്ടി പെട്ടി പൈസ ഇട്ടാൽ പോലെ നമ്മളെ വണ്ടി കാക്കുക, നമ്മളെ ഇൻഷുറൻസ് ഏറ്റെടുക്കുക, ആ വക പരിപാടിയൊന്നുമില്ല. നമുക്ക് ചെയിന് കാണാതായി പോയി ഓമാനുസോദങ്ങളെ പെട്ടിക്ക് 10 രൂപ ഇടാം. നമ്മളെ ചെയിന് ഓൻ തെരഞ്ഞു നോക്കി എവിടുന്ന കണ്ടുപിടിച്ച് കൊണ്ടുവന്നു തരിക, അങ്ങനെ വകുപ്പില്ല. ഒരു വിസ ശരിയാകണില്ല, നമ്മള് 50,000 ലക്ഷം കൊടുത്തിട്ട് കാത്തിക്ക, വിസ കിട്ടുന്നില്ല. അവസാനം 10 രൂപ പെട്ടി കൊണ്ടുപോയിട്ടാൽ ഈ 10 രൂപ കൈക്കൂലിയും വാങ്ങിയിട്ട് പോകാൻ വിസ ശരിയാക്കി തരിക, ആ ഏർപ്പാടല്ല അവർക്കുള്ളത്. അതല്ല അവരെ പരിപാടി. അങ്ങനെ പലരും എഴുതിയിട്ടുണ്ട്, പല കിതാബിലും വന്നിട്ടുണ്ട്. അതൊന്നും പ്രമാണമുള്ളതല്ല, തെളിവുള്ളതല്ല. പല കിതാബിലും വന്നിട്ടുണ്ട്, പലരും അങ്ങനെ പ്രതിപാദിച്ചിട്ടുണ്ട്. കിതാബിൽ അങ്ങനെ പലതും ഉണ്ടാകാം, അതൊന്നും തെളിവുള്ളതല്ല. പ്രവാചകൻ പഠിപ്പിക്കണം, അള്ളാഹു പഠിപ്പിക്കണം. ഒരു കാര്യം ദീനാവണമെങ്കിൽ അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത കാലത്തോളം നമുക്കത് തെളിവില്ല. അതുകൊണ്ട് തന്നെ ആ കിതാബിലുണ്ടല്ലോ, ഈ കിതാബിലുണ്ടല്ലോ, മറ്റേ കിതാബിലുണ്ടല്ലോ എന്ന ചോദ്യം അവിടെ പ്രസക്തമല്ല. അള്ളാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു എന്നുണ്ടോ നമുക്കത് ന്യായമാണ്. ആ ഉള്ളത് ആരും ഉദ്ധരിച്ചുവോ അത് ന്യായമാണ്. ഇല്ലേ നമുക്കത് വിശ്വസിക്കാൻ വകുപ്പില്ല. മരിച്ച ആളുകളുടെ മഹാന്മാരുടെ സഹായം എനിക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചാൽ തെറ്റാണോ? കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ തമ്മിലൊരു പ്രശ്നമല്ല, ഞാനും നിങ്ങളും തമ്മിലൊരു പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇങ്ങനെ ദീർഘിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്റെ അഭിപ്രായം പറയണം, നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് പ്രസംഗിക്കാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നമുക്കിങ്ങനെ ചോദിച്ച് കുറെ വിശദീകരിക്കുന്നതിലുപരി എന്റെ ചോദ്യം ഇതാണ്: മരിച്ച ആളുകളുടെ മഹാന്മാരുടെ സഹായം എനിക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇത് തെറ്റാണോ ശരിയാണോ? ചോദ്യം ദീർഘിക്കുമ്പോ ഉത്തരം ദീർഘിക്കും. അല്ല, ഉത്തരം ദീർഘിച്ചാൽ അതിനർത്ഥം ചോദ്യകർത്താവ് ഞാൻ തമ്മിൽ എന്തോ കുഴപ്പമുണ്ടെന്നല്ല. ഇപ്പൊ സൈദലി മുസ്ലിയാനെ കുറിച്ച് അധികം പറഞ്ഞു, അതിനർത്ഥം എന്റെ പെങ്ങളെ മൂപ്പര് കെട്ടി തലാക്കലിട്ടുണ്ട് എന്നല്ല അതിനർത്ഥം. ഞങ്ങൾ തമ്മിൽ അങ്ങനെന്തോ പഴയകാല കുഴപ്പമുള്ളതുകൊണ്ടൊന്നല്ല അധികം പറഞ്ഞത്. നമ്മൾ ഈ ചോദ്യവും ഉത്തരവും ചോദിക്കുന്ന ഒരാൾക്ക് മാത്രം, ഇത്രയും മനുഷ്യരോട് നിൽക്കുന്നത് എന്തിനാണ്? ഇത് കേൾക്കാനും പഠിക്കാനും. ഇത്രയും ആളുകൾ ഇവിടെ കൂടിയത് ഇത് കേൾക്കാനും പഠിക്കാനും. ചുരുങ്ങിയത് 1000 ആളെങ്കിലും ഇപ്പോൾ ഉണ്ടാവും. ഇവരൊക്കെ കൂടിയത് ഇത് കേൾക്കാനും പഠിക്കാനും. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾക്ക് പക്ഷെ നല്ല ബുദ്ധി ഉണ്ടാവും, പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആവണം. ഇപ്പൊ സൈദലി മുസ്ലിയാർ 5, 6, 7 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും ക്ലിയർ ആയി, മൂപ്പർക്കും ക്ലിയർ ആയി. മൂപ്പര് അത് നൃത്തം ചെയ്തു, അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല. ഞാൻ അതുകൊണ്ട് മൂപ്പര് പിന്നെ ചോദിക്കണമെന്നില്ല. ഇത് പറഞ്ഞതുകൊണ്ട് ഒന്നുകൂടി ചോദിക്കാണ്ട് അതിന്റെ ആവശ്യമില്ല. ഉണ്ടെങ്കിൽ ചോദിച്ചും ചെയ്തോട്ടെ, അതിനും കുഴപ്പമില്ല. ഏതായിരുന്നാലും മരിച്ചു പോയവർ എന്നെ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ തെറ്റാണോ എന്നാണ്. പല രൂപത്തിലുണ്ട്, അത് പല രൂപത്തിലുണ്ട്. ഇപ്പൊ ഇമാം ബുഖാരി ഒരു കിതാബ് എഴുതി, കിതാബ് രചിച്ച് ഈ ലോകത്തിൽ വഫാത്തായി പോയിട്ട് 1200 കൊല്ലമായി. അദ്ദേഹം അന്ന് ചെയ്ത ആ ചെയ്തി നമുക്ക് ഇന്നും സഹായകമാണ്. ഇമാം ബുഖാരി അന്ന് ചെയ്ത ആ പണി നമുക്ക് ഇപ്പോഴും സഹായകം. ഇമാം ദഹബി അന്ന് കിതാബ് എഴുതി, ആ കിതാബിൽ ആ ഒരു അരവരി എഴുതി വെച്ചുകൊണ്ടല്ലേ ഇപ്പൊ എനിക്ക് മുമ്പോട്ട് പറയാൻ പറ്റിയത്. സൈദലി മുസ്ലിയാർ കിതാബ് നിർത്തപ്പോ എനിക്ക് പറയാൻ പറ്റിയെന്തുകൊണ്ടാ? ഇമാം ദഹബി അന്ന് എഴുതിച്ചുകൊണ്ടാണ്. ആ അർത്ഥത്തിലാണോ മരിച്ചുപോയ സഹായം എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല. അതല്ല, ഞാൻ പറഞ്ഞ് വിളിച്ച ആ വിളി കേൾക്കും, എന്റെ പ്രശ്നം മനസ്സിലാക്കും, അത് അറിയും, അതിലിടപെടും, അത് സഹായിക്കുമെന്നാണോ? അത് തെറ്റ് തന്നെയാണ്, അല്ല ശിർക്ക് തന്നെയാണ്. ഏതുപോലെ കുത്തുബിയത്തിൽ പറഞ്ഞു, ഒറ്റക്ക് നിന്ന് ശ്രദ്ധ മുഴുവൻ ശൈഖിലേക്കാക്കി ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി എന്റെ പേര് 1000 പ്രാവശ്യം ആരെങ്കിലും വിളിച്ചാൽ വളരെ പെട്ടെന്ന് ഞാൻ അവൻ ഉത്തരം ചെയ്യും. അത് വിശ്വസിച്ചാൽ ശിർക്ക് തന്നെയാണ്, തെറ്റു തന്നെയാണ്, തൗബ ചെയ്യേണ്ടതാണ്. കാരണം അങ്ങനെ അഭൗതികമായി വിളി കേൾക്കാൻ, അഭൗതികമായി അറിയാൻ, അഭൗതികമായി സഹായിക്കാൻ, അഭൗതികമായി ഇടപെടാൻ ഈ ലോകത്ത് റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയൂ, വേറെ പടപ്പിനും കഴിയില്ല. അതല്ല മൊഹീദ്ദീൻ ശൈഖിന്റെ കിതാബ് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഉപകാരമുണ്ട് എന്നാണോ? അതൊരു സഹായമാണല്ലോ. അങ്ങനെ പലരുണ്ട്, പല വിശ്വാസവും പരസ്പരം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ നമ്മളത് കഴിഞ്ഞു പോയി അങ്ങോട്ടും കിട്ടുന്നുണ്ട്. ഓൽ ഇങ്ങോട്ട് മാത്രമല്ല, മരിച്ചു പോയവർ ഇങ്ങോട്ട് മാത്രമല്ല, നമ്മൾ മരിച്ചു പോയവർക്ക് അങ്ങോട്ടും സഹായം ചെയ്യുന്നു. അതെന്താ? നമ്മുടെ ദുആ. നമ്മൾ പലരും ഇന്നും ദുആ ചെയ്തു, റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ.
ഈമാനിൽ മുൻകടന്നു പോയ വിശ്വാസികൾക്ക് നീ പുറത്തു കൊടുക്കണേ. അത് ഒരിക്കലും സഹായമാണ്. കഴിഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആയുടെ ഫലം അവർക്ക് കിട്ടുന്നു. അതൊരു സഹായമാണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ടും ആ ഒരു അർത്ഥത്തിലാണോ കുഴപ്പമില്ല. അതല്ല, നമ്മളെ വിളി കേൾക്കാനും നമ്മളെ കാണാൻ നമ്മളെ അറിയാനും പ്രശ്നം മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കാനും ഒക്കെ കഴിയുമെന്ന നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും അല്ലാതെ നമ്മൾ തർക്കമുള്ള ആ ഇസ്തിഗാസയാണോ എങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റൂല. തെറ്റാണ്, കുറ്റകരമാണ്, അത് ശിർക്കാണ്. ദീർഘിച്ചെങ്കിൽ ക്ഷമിക്കാം. അല്ല, മരിച്ച ഒരു മഹാന്റെ സഹായം അയാൾ മരണത്തിന് ശേഷം എനിക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചാൽ തെറ്റോ? അതെന്നെ പറഞ്ഞ ഇമാം ബുഖാരി മരിച്ച ആളാണ്, ഇമാം ദഹബി മരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കിതാബ് ഇപ്പോഴും സഹായകമാകുന്നു. അത് വിശ്വസിച്ചാൽ തെറ്റല്ല. അതിപ്പോ സൈദുൽ പുസ്തകം ബോധ്യപ്പെട്ടു. സൈദുൽ ബോധ്യപ്പെട്ടോ ഇല്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ ബുദ്ധി പഠിച്ചു അദ്ദേഹത്തെ നിർബന്ധിച്ച് പഠിച്ചാണ്. അത് മറ്റൊരു വിഷയം, അതിലേക്ക് കടക്കുന്നത്. ഞാൻ ചോദിച്ചത് മനസ്സിലായല്ലോ. ഉദാഹരണത്തിന് ഇമാം ബുഖാരി ഒരു ഉദാഹരണം പറയണ, ഒരു മഹാൻ ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ മരണശേഷം എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ഉപകാരം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചാൽ എന്റെ വിശ്വാസം തെറ്റാണോ അല്ലേ? അതാണ് പറഞ്ഞത്. രണ്ട് തരത്തിലുണ്ട്. തെറ്റാകുന്നതുണ്ട്, തെറ്റാകാത്തതുണ്ട്. ശിർക്കാകുന്നത്, ശിർക്കാവാത്തതുണ്ട്. ശിർക്കാവാത്തത് ഏതാ? ഇമാം ബുഖാരി ധാരാളം കിതാബ് എഴുതി വെച്ചു. ആ കിതാബ് ഇമാം ബുഖാരിന്റെ മരണശേഷവും എനിക്ക് സഹായകമാകുന്നു. ഇമാം ബുഖാരി മരിച്ചപ്പോൾ ആ കിതാബും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. 1200 കൊല്ലം പിന്നിട്ട് ഇമാം ബുഖാരി വഫാത്തായിട്ട് ആ ഇമാം ബുഖാരി അന്ന് ചെയ്തു വെച്ചതിന്റെ ഫലം നമുക്ക് ഇപ്പോഴും ലഭിക്കുന്നു. ആ അർത്ഥത്തിലാണോ സഹായം കിട്ടും നിങ്ങൾ പറയണത്? എങ്കിൽ തെറ്റല്ല. നമ്മൾ വിളിച്ചാൽ ഇമാം ബുഖാരി വിളി കേൾക്കും, അദ്ദേഹം അതറിയും, അദ്ദേഹം എന്റെ പ്രശ്നം മനസ്സിലാക്കും. അങ്ങനെ റഷ്യയിലെ ഇമാം ബുഖാരി നമ്മുടെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ചങ്ങതിരിയിലേക്ക് വന്നിട്ട് നമ്മുടെ പ്രശ്നമൊക്കെ തീർത്ത് തിരിച്ച് റഷ്യയിലേക്ക് പോകും എന്നാണോ? അത് ശിർക്കാണ്, വിശ്വസിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഏതായാലും ഈ മറുപടി കിട്ടിയാൽ ചോദിക്കാൻ രണ്ടാമത്തെ ചോദ്യം ഉണ്ടല്ലോ. അങ്ങനെ ചോദിച്ചാൽ ഞാൻ പ്രശ്നം തീർന്നില്ലേ? രണ്ടാമത്തെ ചോദ്യം ഉള്ളിൽ വെച്ചിട്ടാ ഒന്നാമത്തെ ചോദ്യം ചോദിക്കണത്. അതാണ് ചോദിച്ചോളി, നമുക്ക് തിരിയുന്നുണ്ട്. തിരിഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ അല്ല ഞാൻ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ചെയ്തു വെച്ച ഗ്രന്ഥങ്ങൾ നമുക്ക് ഇന്ന് കിട്ടുന്ന ഈ രൂപമല്ല ഞാൻ പറഞ്ഞത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാർ, അതാ ഞാൻ മഹാന്മാർ എന്ന് പറഞ്ഞത്. മഹാന്മാർ അവരുടെ മരണശേഷം, ഉദാഹരണം മരണത്തിന് 100 വർഷത്തിന് ശേഷം എനിക്ക് ആ സഹായം, അതുപോലുള്ള അവരുടെ സഹായം ലഭിച്ചു എന്ന് വിശ്വസിക്കൽ തെറ്റാണോ? അതല്ല സുഹൃത്ത്, എങ്ങനത്തെ സഹായം ഉദ്ദേശിച്ചത്? ഒരു ഉദാഹരണം പറയും. ഒരു ഉദാഹരണം പറയാം സഹായത്തിന് ഉദാഹരണത്തിലേക്ക് ഞാൻ കടന്നു വരാം. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായിട്ടില്ല, ചോദ്യം മനസ്സിലായിട്ടില്ല. അവിടെ ചോദ്യം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഇനി വിഷയത്തിലേക്ക് കടന്നു വരാം. ഏതായാലും നിങ്ങൾക്ക് ആ രൂപം മനസ്സിലായതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 50 വഖ്ത് നിസ്കാരം എന്നെയും സഹായിച്ചു. ഇവിടെ കൂടിയ ആയിരക്കണക്കിനെന്ന് നിങ്ങൾ പറയുന്നു, ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, അവരെയും സഹായിക്കുന്നു. ഇനി അന്ത്യനാൾ വരെ ജീവിക്കുന്ന ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ അനുയായികളെയും സഹായിക്കുന്നു. 50 വഖ്ത് നിസ്കാരം 9 പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിച്ച മൂസാ നബി അള്ളാഹുലേക്ക് അയക്കും. 9 പ്രാവശ്യം അയച്ച് 5 പ്രാവശ്യം ചുരുക്കി 5 വക്താക്കി ചുരുക്കിയ സഹായം ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. അനുഭവിക്കാത്തവർ 50 നിസ്കരിക്കാൻ ദയപൂർവ്വം ആവശ്യപ്പെടുന്നു. ഇതാ ഞങ്ങളോട് പറഞ്ഞ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഇത് നേരത്തെ ചോദിച്ചാൽ എത്ര സമയം ലാഭം എന്ന് പറയും. ഇത് നിങ്ങളെ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞോളം നേരത്തെ ഞാൻ മിറാജ് അഡ്വാൻസ് ആയി പറഞ്ഞത്. അത് കറാമത്തൊന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, മിറാജ് കാലും ദേശം നബി അപ്പുറത്തേക്കാണ് പോയി, അവിടെ അമ്പിയാക്കന്മാര് വന്നു. എനിക്കറിയാം ഞങ്ങളെ ഉള്ളിൽ ചോദ്യം ഉണ്ട്. അത് കൊയ് പറഞ്ഞല്ല കേട്ടോ, കൊയ് പറഞ്ഞല്ല. 100 മുഖാമുഖം നടത്തിയപ്പോ അത് തെളിഞ്ഞ കാര്യമാണ്. മോലയന്മാരെ ഉള്ളിൽ പിന്നെ കുറച്ചൊക്കെ പണ്ട് മുഖാമുഖത്തിൽ ചോദിക്കാൻ ഞങ്ങളും പോയിരുന്നു. സുന്നി അതിന്റെ കാലത്ത് നമ്മളും ചോദിക്കാൻ പോയിരുന്നു. അപ്പൊ അന്ന് ഉസ്താദ്മാര് പറഞ്ഞു എന്താ ചോദിക്കേണ്ടത്, ആദ്യം ഇത് ചോദിക്കണം, അതിന് ഉത്തരം കിട്ടിയാൽ അങ്ങനെ ചോദിക്കണം, ഉത്തരം ഇങ്ങനെ കിട്ടിയാൽ എങ്ങനെ ചോദിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ 2 ഉത്തരവും പറഞ്ഞത്. മരിച്ചോ സഹായം കിട്ടുന്ന വിശ്വസിച്ചാൽ ശിർക്കാണോ ചോദിച്ചാൽ ഒറ്റടിക്ക് പറയാത്ത എന്താ വെച്ചാൽ നിങ്ങൾ ചോദിക്കാൻ പോണ എന്താ എനിക്കറിയാം. അത് വാല് പൊക്കും പറയില്ല എന്തിനാന്നുള്ളത്. അപ്പൊ ആ വക പണി വേണ്ട പോലെ നേക്കിനെ ചോദിച്ചാൽ സമയത്ര ലാഭമാണ്. നിങ്ങൾ നേക്കിനെ അതിനെ ചോദിച്ചാൽ പോലെ മൂസാ നബി ഇങ്ങനെ ചെയ്തുണ്ടല്ലോ, അത് വിശ്വസിക്കാൻ പറ്റുമോ ചോദിച്ചാൽ പോലെ. അതുകൊണ്ട് അഡ്വാൻസ് ആയി പറഞ്ഞത് അതുണ്ട്, അത് വിശ്വസിക്കണം, നിർബന്ധമായും വിശ്വസിച്ചു കൊള്ളാം. പക്ഷെ അതിനു വേണ്ടി അല്ലാഹു തആല മൂസാ നബിയെ ജീവിപ്പിച്ച് അവിടുത്തെ കൊണ്ടുപോയി. അതെന്തിനാ നമുക്ക് മനസ്സിലാക്കുന്നത്?
അള്ളാന്റെ റസൂൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി. തടക്കലിലെ റസൂല് മിറാജ് പോണ മുമ്പ് ഇവിടുന്ന് മൂസാ നബി ഞാൻ അങ്ങനെ പോകണ്ടിട്ടോ, നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യണം, പഠിക്കുന്നത് നോക്കണം, എനിക്ക് പരിചയമൊന്നുമില്ല എന്ന് പറഞ്ഞ് മൂസാ നബിന്റെ ഖബറിൽ പോയിട്ടോ അല്ലാതെയോ മൂസാ നബിയോട് തേടിയിട്ടാണ് പോയതെങ്കിൽ നമുക്കത് ന്യായമായിരുന്നു. അതില്ല. അള്ളാന്റെ റസൂല് വിചാരിച്ചിട്ടും കൂടില്ല ഈ പോണ പോക്കിന് ഓലൊക്കെ കാണുന്നുള്ളത്. ആ പോകുന്ന പോക്കും റസൂൽ ആദ്യം പറഞ്ഞതുമല്ല. മലക്കള് വന്നു കൂട്ടിക്കൊണ്ടുപോയി. എന്താ ഏതാണെന്ന് അറിയില്ല. പല സംഭവം കണ്ട് ചോദിച്ചു മാഹാദാ ഇതെന്താ, മലക്ക് പറഞ്ഞു നടക്ക്, പിന്നെ പറഞ്ഞ ആ പോണ പോക്കിൽ ഈ അമ്പിയാക്കന്മാരൊക്കെ അള്ളാഹു അവിടെ ഹാജരാക്കി, അവിടെ കൊണ്ടുവന്നു. ഇനി മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു തആല ഇപ്പൊ ജീവിപ്പിച്ച് ഇവിടെ കൊണ്ടുവരണമെങ്കിലോ ഞാൻ മൈക്ക് മൂസാ നബി കൊടുക്കും. ഇതാ മൂസാ നബി നിങ്ങൾ പറഞ്ഞു കൊടുക്കും മറുപടി. ഞാൻ പറഞ്ഞിട്ട് ചങ്ങായിക്ക് മനസ്സിലാണില്ല, നിങ്ങൾ പറഞ്ഞു കൊടുക്കും, ഞാൻ പറയും, എന്താ കുഴപ്പമുള്ളത്? അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ ആകാശലോകവും കടന്ന് അതിനപ്പുറത്തേക്ക് റബ്ബുമായി സംസാരിക്കാവുന്ന മർത്തബയിലേക്ക് നരക സ്വർഗം വരെ കണ്ടു അള്ളാഹുവിന്റെ റസൂൽ. അപ്പൊ ഈ പ്രപഞ്ച വ്യവസ്ഥ കടന്ന് അതിനപ്പുറത്തേക്കാണ് റസൂൽ പോയത്. ഈ പ്രപഞ്ച വ്യവസ്ഥ കടന്ന് അതിനും അപ്പുറത്തേക്കാണ് അള്ളാഹു റസൂൽ പോയത്. നരകം കണ്ടു, സ്വർഗം കണ്ടു, പല കാഴ്ചകളും കണ്ടു, സിദ്റത്തുൽ മുൻതഹ കണ്ടു. അള്ളാഹിനെ കണ്ടിട്ടില്ല, അള്ളാഹുമായി സംസാരിച്ചു. അന്ന് കണ്ട ഒരുപാട് അത്ഭുതങ്ങൾ അതിൽ അള്ളാഹു തആല കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ ഹാജരാക്കി കൊടുത്തു. ഇമാമായി നിസ്കരിച്ചു ഒക്കെ ഉണ്ട്. ഞാൻ അത് വെച്ചിട്ട് ഒരാൾ ചോദിക്കുകയാണ്, നമ്മളെ പള്ളിക്ക് മൂസാ നബിനെ ഇമാമാക്കാൻ പറ്റുമോ ചോദിച്ചാലോ? മൂസാ നബി നമ്മളെ പള്ളിക്ക് ഇമാമാക്കാൻ പറ്റുന്ന ശമ്പളം കൊടുക്കേണ്ടി വരില്ല. ശമ്പളം വേണ്ട, ഫ്രീ ആയിട്ട് നിർത്താൻ പറ്റുമോ? ഹദീസിലുണ്ടല്ലോ അള്ളാഹു റസൂൽ ഇമാമെന്നു, മൂസാ നബി മഅ്മൂമായിരുന്നു, പിന്നെ നമുക്ക് ആ മൂസാ നബിനെ കിട്ടിയ പോലെ എന്നാരും ചിന്തിക്കോ? ഇല്ലല്ലോ. ഇനി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് കൊല്ലങ്ങൾ ജീവിച്ചു. 10 കൊല്ലത്തിലേറെ റസൂലുള്ളാഹി ജീവിച്ചു. ആ കൊല്ലങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നമുണ്ടായി. എപ്പോഴെങ്കിലും അന്ന് എന്നെ സഹായിച്ചത് മൂസാ നബി ആണല്ലോ, ഇപ്പൊ എന്താണെന്നറിയാം 10 കൊല്ലമായിട്ട് ഒരു മൈൻഡും ഇല്ല, ഒന്ന് വിളിച്ചു നോക്കുക എന്ന് അള്ളാഹു റസൂൽ എവിടെയും ചിന്തിച്ചിട്ടില്ല. പല പ്രശ്നങ്ങളുണ്ടായി, ഒരു നബിയെയും വിളിച്ചിട്ടില്ല. ആദം നബി മുതൽ എല്ലാ പ്രവാചകന്മാരെയും കണ്ടു, മൂസാ നബിയെ മാത്രമല്ല എല്ലാരും കണ്ടു. അവരാരെങ്കിലും അതിനു ശേഷം ഒരു വിളി റസൂൽ നടത്തിയോ? ഇല്ല. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ആ സംഭവത്തിൽ നിന്ന് അള്ളാന്റെ റസൂൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി റസൂൽ അവരെക്കാളും മീതയാണല്ലോ അതുകൊണ്ടാണ് എന്നാണെങ്കിൽ സ്വഹാബത്തുണ്ടല്ലോ. മിറാജിന്റെ സംഭവം റസൂൽ പറഞ്ഞത് സ്വഹാബിമാരോടാണ്. ആ സ്വഹാബിമാർ ആരെങ്കിലും ഈ സംഭവം മനസ്സിലാക്കിയിട്ട് നമുക്ക് മൂസാ നബിയോടും ഇസ്തിഗാസ ചെയ്യാം എന്ന് മനസ്സിലാക്കിയോ? ഇല്ല. റസൂലെ നിങ്ങളെ മൂസാ നബി സഹായിച്ചില്ലേ, ഞങ്ങളും ചോദിക്കട്ടെ മൂസാ നബിയോട് എന്ന് സ്വഹാബത്ത് ചോദിച്ചില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ സുയൂത്തിയുടെ വാചകം, അന്ന സ്വഹാബ വഖദ് അജ്ദബു മർറാത്തിൻ വദഹമതുഹും നവായിബു ബഅദ മൗതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹല്ല ജാഉ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെ. എന്നിട്ട് സുയൂത്തി ഇമാമിന്റെ ഉപദേശം എന്താ? ഫഖ്തദി അയ്യുഹൽ മുസ്ലിം ഇൻ കുൻത അബ്ദല്ലാഹ് ബിസലഫിക സ്വലീഹ് ഫതഹഖഖ് തൗഹീദ് എന്നാണ് ഇമാം സുയൂത്തി പറഞ്ഞ വാചകം. അപ്പൊ അവരാരും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി മൂസാ നബിന്റെ ആ സംഭവം ബേസ് ചെയ്തിട്ട് ലോകത്ത് ഈ കാലം വരെ 1400 കൊല്ലമായല്ലോ ആ സംഭവം കൈമാറി പോരുന്നു. ഇന്ന് കിട്ടിയതല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ഇതുവരെ 1400 കൊല്ലമായി ആ സംഭവം കൈമാറി പോയി. ഈ ഹദീസ് ഉദ്ധരിച്ച ഇമാമിയങ്ങളോ, ഈ ഹദീസ് വിശദീകരിച്ച നബവി ഇമാമിനെ പോലുള്ള, അസ്ഖലാനി ഇമാമിനെ പോലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരോ അവരാരും ഓലൊക്കെ നമ്മളെ സഹായിക്കുന്ന തെളിവായിട്ടോ നമ്മൾ അങ്ങോട്ട് തേടാൻ തെളിവായിട്ടോ അവരാരും രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പൊ ഈ കാലത്ത് ചില മൂലന്മാർ ആലോചിച്ചുണ്ടാക്കിയിട്ട് ഓരോന്നും തപ്പിപ്പിടിച്ച കൂട്ടത്തിൽ ഇതും തപ്പിപ്പിടിച്ചു എന്നല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ മരിച്ചവർക്ക് സഹായിക്കാൻ കഴിയും അല്ലെ? അതെ. മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വരികയാണെങ്കിൽ, നമ്മൾ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ മൈക്ക് കൊടുത്താൽ അദ്ദേഹം പ്രസംഗിക്കും. കാരണം അദ്ദേഹം ജീവിതകാലത്ത് നല്ല പ്രവാസകനായിരുന്നു, നല്ല ദൈവത്തെറ്റ ആളായിരുന്നു. അത് അദ്ദേഹം ഇവിടെ വരാൻ അള്ളാഹു വല്ല അനുവാദം കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാകും. അവിടെ വരാൻ അള്ളാഹു അനുവാദം കൊടുത്തു, അവിടെ ചെന്നു, അള്ളാഹുവിന്റെ റസൂലുമായി സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ ഉണ്ടായി. പിന്നെ അത് ഉണ്ടായതുമില്ല, പിന്നെ അനുവാദം കിട്ടിയിട്ടില്ല. ഇനി മൂസാ നബി മാത്രമല്ല, ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ദുനിയാവ് തന്നെ 100 കൊല്ലം മരിച്ചെന്നിട്ട് പിന്നെ ജീവിച്ച ആളാണ്. സൂറത്ത് ബഖറയിൽ കാണാം, ഔ കല്ലദീ മർറ അലാ ഖർയ വഹിയ ഖാബിത അലാ ഉറൂശിഹാ ഫഖാല അന്നാ യുഹ്യി ഹാദിഹി അല്ലാഹു ബഅദ മൗതിഹാ ഫഅമാതഹു അല്ലാഹു മിഅത ആം സുമ്മ ബഅസ. 100 കൊല്ലം മരിപ്പിച്ചു കിടത്തി, പിന്നെ ജീവിപ്പിച്ചു.
അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഇവിടൊക്കെ കണ്ടു, പലതും കണ്ടു, തന്റെ കഴുതയെ നോക്കി, തന്റെ ഭക്ഷണം നോക്കി, നാട് നോക്കി, നാടെല്ലാം മാറി. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അസ്ഹാബുൽ കഹ്ഫ് 300 കൊല്ലം അല്ലെങ്കിൽ 350 കൊല്ലം അവര് മരണസമാനമായ ഉറക്കിൽ അവര് കിടന്നു, മരിച്ചിട്ടുമില്ല. രണ്ടാമത് പിന്നെ ജീവിപ്പിച്ചു. ബനൂ ഇസ്രായേലിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഒരാൾ കൊല്ലപ്പെട്ടു. മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, പരിഹാരം വഹ്യു പ്രകാരം അറിയിച്ചു കൊടുത്തു. പശുവിനെ അറുത്ത് അതിന്റെ ഭാഗം കൊണ്ട് മയ്യത്തിനെ അടിക്കണം. അടിച്ചു, മയ്യത്ത് എണീറ്റു. എന്ത് പറഞ്ഞു? കൊന്ന ആൾ ഇന്നാളാണ്. അതിനർത്ഥം നമ്മുടെ നാട്ടിൽ ആരെയും കൊല്ലപ്പെട്ടാല് ഒരു പശുവിനെ തന്നെ പോയി അറുത്തിട്ട് ആ കശുവിട്ട് വന്ന് അടിക്കാന്ന അങ്ങനെ ആരെയും മനസ്സിലാക്കൂ? ഈ നാട്ടിൽ കൊലപാതകം നടന്നു വിചാരിക്കും, നടക്കാതിരിക്കട്ടെ. അങ്ങനെ നമ്മളെ മുസ്ലിയാര് പറഞ്ഞെടുക്കുന്നത് ഒരു കാര്യം ചെയ്യാം, ഖുർആൻ ഇങ്ങനെ ആയത്തുണ്ട്, ഹദീസും കൂടിയല്ല. അതുകൊണ്ട് ആ ആയത്ത് പ്രകാരം നല്ല മഞ്ഞ നിറമുള്ള വൃദ്ധയല്ലാത്ത, പിന്നെ തേവി നനക്ക ഉപയോഗിക്കാത്ത, കൃഷിക്ക് ഉപയോഗിക്കാത്ത, അഴിബില്ലാത്ത നല്ലൊരു പശുവിനെ കണ്ടെത്തി. എന്നിട്ട് അതിന്റെ അറുത്തിട്ട് അതിന്റെ ഒരു ഭാഗം എടുത്ത് ആ മരിച്ച ആൾ അടുക്കി, എന്നാ അയാൾ എണീക്കും. അപ്പൊ നമ്മൾ എന്താ മുതൽ നിങ്ങൾ ഈ പറയണത്? ആയത്ത് ഖുർആനിലുള്ളതല്ലേ എന്ന് ചോദിച്ചാൽ വല്ല തരിയുണ്ടതിൽ. അത്ര സംഭവമേ അതുള്ളൂ. ഏതായിരുന്നാലും ഇമാം ബുഖാരി ആവട്ടെ, അല്ലാത്ത ഇമാമിങ്ങളാവട്ടെ, റസൂലാവട്ടെ, അല്ലാത്തവരാകട്ടെ, മരിച്ച ശേഷം ഈ ദുനിയാവിലെ കാര്യങ്ങൾ ഇടപെടുകയും നമ്മളെ വിളി കേൾക്കുകയും നമ്മുടെ വിളി മനസ്സിലാക്കുകയും നമ്മുടെ പ്രശ്നം അറിയുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. അത് ഉണ്ട് എന്ന് മാനപ്പാട്ടിൽ പറയുന്നു, മൗലിദ് കിതാബിൽ പറയുന്നു, റാത്തീബുകളിൽ പറയുന്നു, കുതുബിയത്തിൽ പറയുന്നു, ജാറങ്ങളുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഞാൻ കുതുബിയത്ത് പറഞ്ഞത് വമൻ യുനാദിസ്മി അൽഫം ബിഖൽബതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിഗഫതിഹി അജബ്തുഹു മുസ്ലിഅ മിൻ അജ്ലി ദഅവതിഹി ഫൽയദഉ യാ അബ്ദുൽ ഖാദിർ മുഹിയദ്ദീനി. ഈ വിശ്വാസത്തിൽ ഒരിക്കലും മൂസാ നബിയുടെ സംഭവം തെളിവല്ല. അതിന് ലോകത്ത് ഒരാളും 114 കാലങ്ങൾക്കിടയിൽ അഹ്ലുസ് സുന്നയുടെ പണ്ഡിതന്മാരിൽ ഒരൊറ്റ ഇമാമും ഈ ഹദീസ് ഉദ്ധരിച്ച ധാരാളം പണ്ഡിതന്മാർ, അത് വിശദീകരിച്ച ധാരാളം പണ്ഡിതന്മാർ, അവരാരും ആ ഹദീസ് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ അത് അബദ്ധമാണ്, തെറ്റാണ്. അങ്ങനെ ലോകത്തുള്ള ഇമാമികൾ ആരും പറയാത്ത ഒരു വിശദീകരണമാണ് അത് എന്ന് സ്നേഹബുദ്ധിയ ഉണർത്തുന്നു. മരിച്ച മൂസാ നബി അലൈഹി സ്വലാമിന്റെ സഹായം ഈ ചങ്ങലേരിയിലുള്ള സുന്നികൾക്കും മുജാഹിദുകൾക്കും ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ തെറ്റുണ്ടോ? നിസ്കാരത്തിന്റെ വിഷയത്തിലാണെങ്കിൽ തെറ്റല്ല. 50 നിസ്കാരം 5 ചുരുങ്ങിയത് മൂസാ നബിയുമായുള്ള സംസാരത്തിന്റെ ഭാഗമാണ് എന്ന അർത്ഥത്തിലാണ് വിശ്വസിക്കുന്നുവെങ്കിൽ അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. തെറ്റെന്നല്ല, വിശ്വസിക്കൽ നിർബന്ധമാണ്. മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുകയും തന്റെ ഖൗമിന്റെ അനുഭവം അറിയിക്കുകയും അത് പ്രകാരം റസൂൽ തിരിച്ചു പോവുകയും വീണ്ടും വരികയും ചെയ്ത് അങ്ങനെയാണ് 50 ഉള്ളത് 5 ചുരുങ്ങിയത് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. കാരണം സ്വഹീഹായ ഹദീസാണ്. എന്നാൽ ഇന്നൊരാൾ നിസ്കരിക്കാൻ വയ്യ, മൂസാ നബി 50 5 അത് വിളിച്ചു നോക്കാൻ 3 തന്നാലോ എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂൽ ആദ്യം 50 കിട്ടിയിട്ട് മൂസാ നബി ഇടപെട്ട ആളോ 5 ഇപ്പൊ 5 കഴിയൂല. അന്ന് സ്വഹാബിയൊക്കെ 5 കഴിഞ്ഞു, നമുക്കിപ്പോ 3 എങ്ങനെ ഒപ്പിക്കാന്നേ ഉള്ളൂ. ഒന്ന് വിളിച്ചു നോക്കാം മൂസാ നബി, ഒരു 2 3 ആക്കിയിട്ട് ഒന്നും കൂടി ഇടപെടി. റസൂലും അവിടെ ഉണ്ട്, മൂസാ നബി അവിടെ ഉണ്ട്, നിങ്ങൾ നബിനോട് ഒന്നും കൂടി പോകാൻ പറയാളി അങ്ങോട്ട് മിറാജിക്ക് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരുത്തം വിളിക്കണമെങ്കിലോ മൂസാ നബിനെ വിളിച്ചിട്ട് ഒരാൾ ഖുതുബത്ത് നടത്തിയായിരിക്കാം. എന്നിട്ട് പറയാം മൂസാ നബിനെ ഹാജരാക്കിയിട്ട് ചങ്ങന്തിരിക്ക് നമ്മൾ ഖുതുബത്ത് നടത്തി 1000 പ്രാവശ്യം വിളിച്ച് മൂസാ നബിനെ വരുത്തിയിട്ട് പറയാം നിങ്ങൾ റസൂലിനോട് ഒന്നും കൂടെ പോകാൻ പറയും മിറാജിക്ക്. എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് പറയും ഈ 5 ഇപ്പൊ കഴിയുന്നില്ല, അതൊക്കെ പഴയ കാലത്തായിരുന്നു, അതുകൊണ്ട് 3 4 അല്ലെങ്കിൽ 2 ഒക്കെ ആണെങ്കിൽ സൗകര്യമായിരുന്നു, പറ്റ ഒഴിവായി കിട്ടിയ അത്രയും നല്ലതാണ്, അതിൽ ഒന്ന് ഇടപെടണം എന്ന് പറയാൻ പറ്റുന്ന വിശ്വസിച്ചാൽ അത് ന്യായമല്ല. അതല്ല, മൂസാ നബിയുടെ അന്നത്തെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് 50 5 ചുരുങ്ങിയത് എന്നാണോ വിശ്വസിക്കേണ്ടത്? ആ വിശ്വാസം നിർബന്ധമാണ്. കാരണം സ്വഹീഹ് ഹദീസാണ്, വമാ അതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അപ്പൊ അത് മനസ്സിലായി. അങ്ങനെ മരിച്ചവർക്ക് സഹായിക്കാൻ കഴിയും, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഇന്നും സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. ഒന്ന്. അടുത്തത്, ഒരു മഹാന്റെ ഒരു അസർ, അത് ഷെയറെ മുബാറക് ആവട്ടെ, വസ്ത്രമാവട്ടെ, അതുപോലുള്ള എന്തോ ആവട്ടെ, ആ മഹാനുമായി ബന്ധപ്പെട്ട ഒരു വസ്തു കൊണ്ട് എന്റെ ഒരു അസുഖം മാറി എന്ന് ഞാൻ വിശ്വസിച്ചാൽ തെറ്റോ ശരിയോ? തെറ്റാണ്. പ്രവാചകന്റെ വിഷയത്തിലാണെങ്കിൽ സത്യമാണ്. കാരണം പ്രവാചകരുടെ അസറുകൾക്ക് ബറക്കത്തുണ്ട്, ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്.
ഇമാം ബുഖാരി മുസ്ലിം അടക്കമുള്ളവർ ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ മുടി, പ്രവാചകന്റെ വിയർപ്പ്, പ്രവാചകന്റെ കുപ്പായം, പ്രവാചകന്റെ പുതപ്പ്, പ്രവാചകനുമായി ബന്ധപ്പെട്ട ശേഷിപ്പുകൾ പലതും സ്വഹാബിമാർ ആ നിലയ്ക്ക് കണ്ടിട്ടുണ്ട്. പ്രവാചകന്റെ പത്നി ഉമ്മു സലമ ബിവിയുടെ കൈവശം പ്രവാചകന്റെ മുടിയുണ്ടായിരുന്നു. ആ മുടിയിലേക്ക് മറ്റു സ്വഹാബിമാരും താബിഴികളും വെള്ളത്തിന് വേണ്ടി ആളെ പറഞ്ഞയക്കുമായിരുന്നു. ആ മുടി മുക്കിയ വെള്ളം കൊടുക്കുമായിരുന്നു. അവർ രോഗശമനത്തിന് ഉപയോഗിക്കുമായിരുന്നു. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ സ്വഹാബിമാരെ പലർക്കും മുടി കിട്ടിയിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന് മുടി കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് അദ്ദേഹം ചിലർക്ക് അത് നൽകിയിട്ടുമുണ്ട്. അതും സ്ഥിരപ്പെട്ട സംഭവമാണ്. അതേപോലെ പ്രവാചകന്റെ വിയർപ്പ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ശേഖരിച്ച് ഒരു ചെറിയ കുപ്പിയിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ് റസൂൽ ഇത് ചെയ്യുന്നതെന്ന് റസൂൽ ചോദിച്ചപ്പോൾ അവരുടെ മറുപടി നർജു ബറകതഹു ലിസുബിയാനിനാ, ഞങ്ങളെ കുട്ടികൾക്ക് ഇതിന്റെ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണ് എന്നവർ പറഞ്ഞത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. അതും ശരിയാണ്. എന്നാൽ പ്രവാചകൻ അല്ലാത്ത ശേഷം വന്ന മഹാന്മാര് ഈ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സ്വഹാബിമാർ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഉദാഹരണമായി പ്രവാചകന്റെ കാലശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും അഫ്ളൽ ആരാണെന്ന് ചോദിച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. ഈമാന് കൊണ്ട് ഈ ഉമ്മത്തിൽ ഏറ്റവും മികച്ചവരാണ്, സ്വർഗത്തിലാണ് എന്ന് ഉറപ്പാണ്. പ്രവാചകരുടെ ഭാര്യ പിതാവുമാണ്. പക്ഷേ സിദ്ദീഖുൽ അക്ബറിന്റെ ഭരണകാലത്ത് ഏതെങ്കിലും ഒരു സ്വഹാബിയോ ഏതെങ്കിലും ഒരു താബിഈയോ സിദ്ദീഖുൽ അക്ബറിന്റെ മുടിയോ സിദ്ദീഖുൽ അക്ബറിന്റെ കുപ്പായമോ സിദ്ദീഖുൽ അക്ബറിന്റെ താടിയോ സിദ്ദീഖുൽ അക്ബറുമായി ബന്ധപ്പെട്ട അസറുകളോ അങ്ങനെ ഉപയോഗിച്ചതായി എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. ശേഷം ഉമർ ഖത്താബ് 10 കൊല്ലം ഭരണം നടത്തി. അദ്ദേഹം സ്വർഗത്തിലാണ്, പ്രവാചകന്റെ ഭാര്യ പിതാവാണ്, പ്രഗത്ഭനായ സ്വഹാബിയാണ്. പിശാച് പോലും ഉമർ ഖത്താബിനെ കണ്ടാൽ വഴിമാറിപ്പോകുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഉമർ ഖത്താബിനെയും അങ്ങനെ ചെയ്തിട്ടില്ല. ഇമാം ഷാത്തബി തന്റെ കിതാബുൽ ഇത്സാമിൽ അക്കാര്യം രേഖപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കാലശേഷം അബൂബക്കർ സിദ്ദീഖിനേക്കാളും ശ്രേഷ്ഠമായ ഒരാളെയും ഈ ദുനിയാവിൽ ബാക്കി വെച്ചിട്ടില്ല. പിന്നെ ഉമർ ഖത്താബ്, പിന്നെ ഉസ്മാൻ അഫ്ഫാൻ, പിന്നെ അലി ഇബ്നു അബി ത്വാലിബ്, സുമ്മ സായിറു സ്വഹാബ എന്ന് അദ്ദേഹം പറഞ്ഞു. ഫലം യസ്ബുത് മിൻ ത്വരീഖിൻ സ്വരീഹിൻ സ്വഹീഹിൻ അന്ന മുതബർരികൻ തബറക ബി അഹദിൻ മിൻഹും അലാ അഹദി തിൽകൽ വുജൂഹി. ഫലം യസ്ബുത് അൻ അഹദിൻ മിൻഹും, സ്വഹാബത്തിൽ നിന്ന് ഒരാളിൽ നിന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. മിൻ ത്വരീഖിൻ സ്വഹീഹിൻ സ്വരീഹിൻ, വ്യക്തമായ സ്വഹീഹായ പരമ്പരയിലൂടെ സ്ഥിരപ്പെട്ടിട്ടില്ല. അന്ന മുതബർരികൻ തബറക ബിഹിം, ഒരു ബർക്കത്തെടുക്കുന്നവൻ അവരെ കൊണ്ട് ബർക്കത്തെടുത്തുവെന്ന് അലാ അഹദി തിൽകൽ വുജൂഹി, ആ നിലക്കുള്ള ഏതെങ്കിലും ഒരു വഴികളിൽ അവരിൽ നിന്ന് ബർക്കത്തെടുത്തുവെന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഫഹുവ ഇദൻ ഇജ്മാഉം മിൻഹും അലാ തർക്കി തിൽകൽ അശ്യാ, അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കണമെന്നതിന് അത് സ്വഹാബത്തിന്റെ ഏകോപനമാണ്, ഇജ്മാ ആണ് എന്ന് ഇമാം ഷാത്തബി റഹിമഹുല്ലാഹ് തന്റെ കിതാബുൽ ഇത്സാമിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോ മഹാന്മാരുടെ വസ്ത്രങ്ങൾ കൊണ്ടും ഷെയറെ മുബാറക്ക് കൊണ്ടും ബർക്കത്ത് എടുക്കാം അല്ലെ? ഒരിക്കലുമല്ല. നിങ്ങളെ ബുദ്ധിക്ക് കുഴപ്പമുണ്ടോ? ഞാൻ ഇപ്പൊ പറഞ്ഞു എന്താ, ഒരു മിനിറ്റ്, നേക്കുന്നൊരു വാക്ക് കൂട്ടി മാറ്റരുത്. ഇത് മുഖാമുഖാണ്. ഇത്ര വ്യക്തമായി കിതാബിനെ ഇബാദത്തടക്കം എടുത്തു പറഞ്ഞ് സ്വഹാബത്തിന് നടപടിക്രമം പറഞ്ഞിട്ടും നിങ്ങൾ വിചാരിച്ച എന്താ, ഒരു ബർക്കത്തുമില്ലാതെ ഞാൻ പറയും അപ്പൊ ആ ഹദീസൊക്കെ ഉദ്ധരിക്കാനാ? ഒരു ബർക്കത്തുമില്ലാതെ പറയുമ്പോ ഈ ഹദീസൊക്കെ പറയാന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങോട്ട് വെടികൊള്ളു നിങ്ങൾ വിചാരിച്ചില്ല. അതൊക്കെ അവിടെ നിന്നോട്ട് മുസ്ലിയാർ, എന്തിനാ ഈ പണിയൊക്കെ? ഇത്ര പച്ചയായി, ഇത്ര സൗമ്യമായി, ഇത്ര മാന്യമായി പറഞ്ഞു. നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ മുഖാമുഖം നടത്തിയെന്ന്. ആ മുഖാമുഖത്തിന്റെ കോലവും ഈ മുഖാമുഖത്തിന്റെ കോലവും കൊണ്ട് കമ്പയർ ചെയ്ത് നോക്കാണ്. ഇവിടെ എ പി സുന്നയാളോ ഇ കെ സുന്ന ഏത് സുന്നയോ മുഖാമുഖം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ മുഖാമുഖത്തെ രീതിയും ഈ മുഖാമുഖ രീതി നിങ്ങളൊന്ന് താരതമ്യം ചെയ്യും. ഇത്ര മാന്യമായി വളരെ സൗമ്യമായി എല്ലാവർക്കും ബോധ്യപ്പെടാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ കിതാബ് സുന്നത്തെ എങ്ങനെ അട്ടിമറിക്കും? പച്ച മലയാളത്തിൽ പറഞ്ഞ മറുപടിയാ നേരെ മുമ്പിൽ വെച്ചിട്ട് ഈ കോലത്തിൽ ദുർവ്യാഖ്യാനിക്കണത്. പിന്നെ നിങ്ങൾ ആയത്ത് ദുർവ്യാഖ്യാനിക്കൂലേ, ഹദീസ് ദുർവ്യാഖ്യാനിക്കൂലേ, നാട്ടുകാർ മനസ്സിലായിക്കൂലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താ, മഹാന്മാരൊക്കെ ബർക്കത്തെടുക്കാനാ?
റസൂലുള്ളാഹിന്റെ ശേഷിപ്പിക്ക് ബർക്കത്തുണ്ട്, റസൂലുള്ളാഹിന്റെ ശേഷിപ്പിന് ബർക്കത്തുണ്ട്, സ്വഹാബത്ത് എടുത്തിട്ടുണ്ട്, ബുഖാരി മുസ്ലിം അടക്കമുള്ള ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ടും ആ സ്വഹാബിമാരോ താബിഉകളോ സിദ്ദീഖുൽ അക്ബറിന്റെ ബർക്കത്ത് എടുത്തിട്ടില്ല, ഉമർ ഖത്താബിനെ എടുത്തിട്ടില്ല, ഉസ്മാൻ അഫ്ഫാനെ എടുത്തിട്ടില്ല, അലി ഇബ്നു അബീ ത്വാലിബിനെ എടുത്തിട്ടില്ല, മറ്റു സ്വഹാബത്തിന്റെയും എടുത്തിട്ടില്ല. എന്റെ വകയല്ല പറഞ്ഞത്, എന്റെ വക പറഞ്ഞ ചോദിക്കാം, ലോകത്തിലെ എല്ലാ കിതാബും വായിച്ച ആളാണോ? എന്റെ വക പറഞ്ഞതല്ല. ഇമാം ശാത്വി തന്റെ കിതാബുൽ ഇഅ്തിസാമിൽ ഉദ്ധരിച്ച ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഫലം യസ്ബുത് മിൻ ത്വരീഖിൻ സ്വഹീഹിൻ സ്വരീഹിൻ അന്ന മുതബർരികൻ തബറക ബിഹിം അലാ അഹദി തിൽകൽ വുജൂഹി ഫഹുവ ഇദൻ ഇജ്മാഉൻ മിൻഹും അലാ തർക്കി തിൽകൽ അസ്യാ. ആ രീതി ഒഴിവാക്കണമെന്ന് സ്വഹാബത്തിന്റെ ഇജ്മാ ആണ് എന്ന് വരെ വായിച്ച പറഞ്ഞിട്ടാ ചോദിക്കണേ. അപ്പൊ മുഹമ്മദ് ബർക്കത്ത് എടുക്കലേ വല്ലാതെ തൊലിക്കട്ടെ, നിങ്ങൾ ഏപ്പി അല്ല, അതിന് അങ്ങേ പുറത്താ. എന്ത് തോന്നിയാസം ചെയ്യണോ? ഇത്ര നേക്കുന്നതിന് മുമ്പിൽ വന്നിരുന്നിട്ട് പച്ചയായി ഇത്ര വ്യക്തമായി മലയാളത്തിൽ പറഞ്ഞൊരു വാചകം നേക്കുന്നത് ദുർവ്യാഖ്യാനിച്ചു തന്നാൽ എന്താ എങ്ങനെയൊക്കെ സാധിക്കുന്നത്? തരക്കില്ല. വഴുത പറയുമ്പോ മൂലമാര് മാത്രം അല്ലെങ്കിൽ അവനാന്റെ കൗമ മാത്രം മുമ്പുള്ള സദസ്സിലാണെങ്കിൽ ഓരോ എന്തും വിശ്വസിച്ചു. ഇത്ര പച്ചയായി നേക്കുന്നതിൽ ഇരുന്നിട്ട് സൗമ്യമായി അതും കൂടി അട്ടിമറിച്ചു ആ പണി ചെയ്യല്ലേ. മര്യാദക്ക് നിങ്ങൾക്ക് പോലും പറയാൻ പറ്റി പറയാം. അത് ബോധ്യപ്പെട്ട് നാട്ടുകൾ മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പറയണമെന്നില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഈ പണി എടുക്കരുത്. പറഞ്ഞത് നേക്കുന്നത് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ പിന്നെ ചോദിച്ചോളി, ആ പറഞ്ഞ എനിക്ക് മനസ്സിലായിട്ടില്ല, കിതാബിന്റെ പേര് വ്യക്തമായില്ല, എഴുതിയിരിക്കണോ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ഭാഗത്ത് എഴുതിയിരിക്കണോ? സാവകാശം പറഞ്ഞുതരാം. അതൊക്കെ ചെയ്യാം. ക്ലിയർ ആയിട്ടില്ലേ? നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾക്ക് എത്രയും ചോദിക്കാം. അത് ഇവിടെ സംഭവിക്കുന്നത് തന്നെയാണ്. അല്ലാതെ ഈ പണികൾ ചെയ്യരുത്. നമ്മൾ ഇത്രയും ഈ ഊർജ്ജവും സമ്പത്തും സമയമൊക്കെ ചെലവാക്കിയതിനാ അല്ലാതെ ദീന് പറയാൻ വേണ്ടി. ആ ദീന് പറയുമ്പോൾ ഈ വക കുതന്ത്രങ്ങളും ഈ വക ധിക്കാരങ്ങളും ഈ വക തോന്നിയാസങ്ങളും അല്ലാതെ ദീന് ചർച്ച ചെയ്യുന്ന വേദിയില് പറ്റിയ പണിയല്ല. നിങ്ങൾ ചെയ്യല്ലേ, ചെയ്തതാണ് ചെയ്തു, ഇനി ആവർത്തിക്കരുത്. നിങ്ങൾ നേക്കുന്ന വിഷയങ്ങൾ പറയും. ക്ലിയർ ആയിട്ട് നിങ്ങൾ ബാക്കി നിങ്ങൾ ചോദിച്ചോളി, ഞാൻ പറഞ്ഞുതരാം. ഇന്നല്ല സുദീഖുല്ലാഹിനെ കൊണ്ട് വേറെ സ്വഹാബി ബർക്കത്ത് എടുത്തിട്ടുണ്ടോ? നിങ്ങൾ പറയും. അതാണ് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലെങ്കിൽ അബൂബക്കർ സുദീഖുല്ലാഹിനെ കൊണ്ട് ഇന്ന സ്വഹാബി ബർക്കത്ത് എടുത്തിട്ടുണ്ട്, ഉമർ ഖത്താബിനെ കുപ്പായം ഇന്ന സ്വഹാബി വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്, ഉസ്മാൻ അഫ്ഫാന്റെ മോതിരം ഇന്ന സ്വഹാബി എടുത്തിട്ടുണ്ട് ബർക്കത്തിന് വേണ്ടി എന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞോളി. എന്നാ നമുക്ക് ശാത്തബിയോട് ആദ്യം പറയേണ്ടത്. കാര്യം എന്റെ വകയല്ല ഞാൻ പറഞ്ഞത്. ഇമാം ശാത്തബി 600-700 കൊല്ലം മുമ്പ് മരിച്ചുപോയ പണ്ഡിതനാ. അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചാൽ ഞാൻ പറഞ്ഞത്. അതില്ലേ? നിങ്ങൾ പറയും. അതുകൊണ്ട് മാന്യമായി പെരുമാറണം എന്ന സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്താനുള്ളത്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാൽപാദത്തടിച്ച സംസം വെള്ളം കൊണ്ട് ബർക്കത്തെടുക്കുന്നവരാണ് സുന്നികൾ. അത് തെറ്റോ ശരിയോ? അത് 100% ശരിയാണ്. അത് മുജാഹിദീങ്ങൾ സുന്നി